ശരിക്കും ഒരു കുടുംബം എങ്ങനെയായിരിക്കണം എന്നാ അങ്ങയുടെ അഭിപ്രായം? ഒരു നല്ല കുടുംബം പരസ്പരം കമ്മിറ്റ്മെൻറ്റ്, ലോയൽറ്റി, പിന്നെ നല്ല ആശയവിനിമയം, സ്നേഹം, ഈഗോ ഇല്ലാത്ത ബന്ധം, നമുക്ക് അഭിനയിക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരിടം നല്ല കുടുംബം. അതെ അതെ അതെ, നമുക്ക് പച്ചയായിട്ടിരിക്കാൻ പറ്റും. നമ്മുടെ ഏത് കുറവിലും വീഴ്ചയും കൂടെ നിൽക്കുന്ന കുറച്ച് പേരുള്ള സ്ഥലം. അതെ 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 അല്ലേ? കുടുംബത്തിലാരും അവരവർക്ക് വേണ്ടിയല്ല പ്രാഥമികമായിട്ട് ജീവിക്കുന്നത്, മറ്റുള്ളവർക്ക് വേണ്ടി. മറ്റുള്ളവർക്ക് പിന്നെ അവരവരെ ആയിരിക്കുന്ന നിലയിൽ അംഗീകരിക്കുക എന്ന സ്ഥലം. എന്തുണ്ടെന്നതിൻ്റെ പേരിലല്ല, ആരാണെന്നുള്ളതിൻ്റെ പേരിൽ കിട്ടുന്ന അംഗീകാരം കിട്ടുന്ന ഏക സ്ഥലം കുടുംബം. ബാക്കി എല്ലായിടത്തും നമുക്ക് എന്തുണ്ടെന്നതിൻ്റെ പേരിലല്ലേ അംഗീകാരം, അല്ലേ? അതെ 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 അതെ. അപ്പം നമ്മൾ ആരാണെന്നുള്ളതിൻ്റെ പേരിൽ അംഗീകാരം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പം ലോകത്തിലെ ഏറ്റവും നല്ല സുരക്ഷിത സ്ഥലം. അതെ 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 അതെ. എവിടെ പോയാലും നമുക്ക് തിരിച്ചു വരാൻ തോന്നുന്ന സ്ഥലം. അതെ അതെ, ആ സത്യം. എവിടെ പോയാലും തിരിച്ചു വന്ന് നമ്മുടെ സ്വന്തം മുറിയിലല്ലേ വീട്ടിൽ കയറി കഴിയുമ്പോൾ ഒരു ആശ്വാസം. അപ്പം അങ്ങനെ ഒന്നിപ്പിക്കുന്ന, ഒന്നാക്കുന്ന, ഒന്നിച്ചിരിക്കാൻ കൊതിക്കുന്ന ഒരു സ്ഥലം അല്ലേ? അതെ 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 അതെ. അതൊക്കെ ഒരു നല്ല കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ. അതെ അതെ. പലപ്പോഴും നമുക്കറിയാം, ധാരാളം വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ട്, കുടുംബത്തിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചേട്ടനനിയനായാലും അച്ഛനും മക്കളുമാണെങ്കിലും പരസ്പരം ഒരു ധാരണയില്ലായ്മ, വശപ്പശക്, പ്രശ്നങ്ങൾ, അല്ലെ മറ്റു പരിഭവങ്ങൾ, അല്ലേ? ശരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് അത് എങ്ങനെയാണ് ഒരു സത്യം പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഫാമിലി മൊത്തത്തിലല്ലേ ഒരു നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെ പോലെ, ബാക്കിയുള്ളവരെല്ലാം നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റൊരാളെ വ്യത്യസ്തമായിട്ട് അംഗീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പം നമുക്ക് മറ്റൊരാളുമായിട്ട് അഡാപ്റ്റ് ചെയ്തതിൽ ഫ്ലെക്സിബിൾ ആയാലേ പറ്റും. എല്ലാവരും എന്നെ പോലെ ആകണമെന്ന് ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഫ്രിക്ഷൻ, അല്ലേ? മറ്റൊരാളുടെ തനിമ ആക്സെപ്റ്റ് ചെയ്യുകയും അവരായിട്ട് ജീവിക്കാൻ അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടാകുന്നത്. അപ്പം നല്ല അയയാനും പൊരുത്തപ്പെടാനുമുള്ള കഴിവുള്ളവർക്ക് ഒരാളെ ആയിരിക്കുന്ന പോലെ തന്നെ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, അല്ലേ? അതുപോലെ തന്നെ മാന്യമായിട്ട് വികാരം പ്രകടിപ്പിക്കാൻ പറ്റുമെങ്കിൽ, സ്നേഹം മനസ്സിലാകുന്ന പോലെ പ്രകടിപ്പിക്കാൻ പറ്റുന്ന വീടുകൾ, ഇതൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായ തീർക്കുക. തീർച്ചയായിട്ടും രണ്ട് മനുഷ്യർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പ്രശ്നങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളല്ല നല്ല കുടുംബങ്ങൾ, മറിച്ച് പ്രശ്നങ്ങൾ ആരോഗ്യകരമായി പരിഹരിക്കുന്ന കുടുംബങ്ങളാണ്. അപ്പം അതിന് നല്ല ആശയവിനിമയത്തിൽ കൂടാണ് ഏത് ബന്ധവും അടുക്കുന്നത്. അവിടെ അടുക്കും തോറും പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുക, അല്ലേ? അപ്പൊ ആ പ്രശ്നങ്ങൾ ആരോഗ്യകരമായി പരിഹരിക്കാൻ കഴിഞ്ഞാൽ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോവാം. ചിലർക്ക് പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ പിണങ്ങി, കൂട്ടുവെട്ടി, പിന്നെ ബന്ധമില്ല. അങ്ങനെയുള്ളവർക്ക് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും അടുക്കും തോറും പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കൂടുകയും അത് ആരോഗ്യകരമായും പരിഹരിക്കാനും കഴിയുമെങ്കിൽ അടുപ്പം പൂർവാധികം വർദ്ധിക്കും, നല്ലപോലെ പ്രശ്നം തീർത്താൽ, അല്ലേ? അപ്പം ഇരുവർക്കും സംതൃപ്തമായ രീതിയിൽ ഇരുവരെയും വികാരങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രശ്നം തീർക്കുകയാണെങ്കിൽ നമ്മുടെ അടുപ്പം കുറച്ചുകൂടെ ആഴത്തിൽ. പലപ്പോഴും പറയാറുണ്ട്, അച്ഛനും അമ്മയും നന്നായി കഴിഞ്ഞാൽ മക്കൾ നന്നാവും എന്നുള്ളൊരു, അല്ലേ, ഒരു കൊളോക്കിയലായിട്ടുള്ളൊരു ചിന്തയാണ്, ഒരു ഇത് കേട്ടിട്ടുണ്ട്. ശരിക്കും അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഈ നമ്മൾ ജീവിക്കാൻ പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ്. ബാക്കിയുള്ളവർക്കും കെമിസ്ട്രിയും ഫിസിക്സും സൈക്കോളജിയും ഒക്കെ പഠിച്ചാലും മനുഷ്യന് വേണ്ട അത്യാവശ്യ ഗുണങ്ങളെല്ലാം പഠിപ്പിക്കുന്ന സർവകലാശാല വീടാണ്. അതിലത്തെ പ്രൊഫസേഴ്സ് പേരൻസാണ്. ശരിയല്ലേ? അപ്പം അവരെ സംബന്ധിച്ചോളം സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന എവിടെ, വിട്ടുവീഴ്ച ചെയ്യാൻ പഠിപ്പിക്കുന്ന എവിടെ, പൊരുത്തപ്പെടാനും അഡ്ജസ്റ്റ് ചെയ്യാനും പഠിപ്പിക്കുന്ന എവിടെ, പഠിക്കാതെ പഠിപ്പിക്കുക, അല്ലേ? അതുപോലെ തന്നെ വിട്ടുവീഴ്ച പഠിപ്പിക്കുക, ക്ഷമിക്കാൻ പഠിപ്പിക്കുക, ഹോസ്പിറ്റാലിറ്റി പഠിപ്പിക്കുക, റെസ്പെക്ട് പഠിപ്പിക്കുക, അല്ലേ, ഷെയറിങ് പഠിപ്പിക്കുക. അങ്ങനെ മനുഷ്യന് വേണ്ട സകല ഗുണങ്ങളും പഠിപ്പിക്കുന്ന സർവകലാശാല വീടാണ്. അപ്പം അവിടുന്ന് കണ്ടുപഠിക്കുന്ന ധാരാളം കാര്യങ്ങളാണ് മനുഷ്യനെ പിന്നീട് അവരുടെ ജീവിതത്തിൽ അത് പിന്നീടും അവർക്കത് അടുത്ത തലമുറയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു നല്ല ഫാമിലി കണ്ടു വളരാനുള്ള ഭാഗ്യം ലഭിച്ചില്ലെങ്കിൽ പലപ്പോഴും നല്ലൊരു പിന്നീട് അവർക്കും ഒരു നല്ല പേരൻസ് ആയി തീരാനോ ഭാര്യമാരാകത്തീരുന്നത്. കാരണം ഒരു ഭർത്താവ് പിണങ്ങി, ഒരു ഭാര്യ പോയി എങ്ങനെ ഇണങ്ങുന്നേ, അല്ലെങ്കിൽ അവർ തമ്മിൽ പ്രശ്നം എങ്ങനെ തീർക്കുന്നേ, ഇത് കണ്ടു വളരുന്ന കുട്ടിക്ക് എങ്ങനെ പ്രശ്നം തീർക്കേണ്ടിയെന്ന് ആരും പഠിപ്പിക്കാനേ അറിയാം. പക്ഷേ പല വീടുകളിലും ഇതൊന്നും പഠിക്കാനൊരു സാഹചര്യം കിട്ടുന്നില്ല. അങ്ങനെ കിട്ടാത്തവരാണ് അവർക്ക് ബാക്കി എല്ലാം അറിയുക. എനിക്കൊരു ക്ലയന്റ് ഉണ്ടായിരുന്നു, അദ്ദേഹം ആർട്ടിഫിഷ്യൽ ഹാർട്ടിന്
ഇന്ത്യ ഗവൺമെൻറ് സിംഗപ്പൂർ വിട്ട് പഠിപ്പിക്കുന്ന ഒരു പോസ്റ്റ് ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ശരി ശരി. പക്ഷെ അദ്ദേഹം കുടുംബജീവിതത്തിലെ പരാജയമായിപ്പോയി. കാരണം ഭാര്യയുടെ ഹൃദയം വിൻ ചെയ്യാൻ അറിയത്തില്ല, ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഉണ്ടാക്കാൻ അറിയാം. ഇതാണ്. അപ്പം എത്ര ബുദ്ധിപരമായ അറിവുണ്ടെങ്കിലും ഇതുപോലുള്ള പല ഗുണങ്ങളുണ്ടെങ്കിലേ ജീവിതം മാനേജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അത് തീർച്ചയായിട്ടും പഠിപ്പിക്കുന്ന സർവകലാശാല വീടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മോഡലിങ് ഒത്തിരി നമ്മളെ സ്വാധീനിക്കും. ഇപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു 35 വർഷത്തിലധികമായിട്ട് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ് അല്ലേ? അതെ. ശരിക്കും ഏറ്റവും കൂടുതൽ ഒരു എന്നാ ഈ കുടുംബ ബന്ധങ്ങളുമായിട്ടല്ല കുടുംബമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും ഒരു പ്രശ്നം ഏതാണ് അങ്ങ് കൈകാര്യം ചെയ്തിട്ടുള്ളതിൽ? അത് ഈ ഓരോ കാലത്തെയും പ്രശ്നങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇപ്പം എനിക്ക് ഓരോ വർഷങ്ങളും ട്രെൻഡ് ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. ഇപ്പം എൻ്റെ ആദ്യകാലങ്ങളിൽ കൂടുതലും ലഹരി ഉപയോഗം, അതുപോലെ തന്നെ ഉപദ്രവം, ഫിസിക്കൽ അബ്യൂസ്, ഇതൊക്കെ കൊണ്ടാണ് പലരും ജീവന് ഭീഷണിയുള്ള സാഹചര്യങ്ങളിലാണ് പലപ്പോഴും കുടുംബം തകർച്ചയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വീട് വിട്ടു പോകുന്നതൊക്കെ. ഇപ്പോൾ മിക്കവരും സ്നേഹം കാണിക്കാൻ അറിയാത്ത കൊണ്ടാണ്. സ്നേഹമുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാനുള്ള സ്കില്ലില്ല. അപ്പം പ്രകടനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ഒത്തിരി കൂടി. അത് നമ്മുടെ ഒരു കൾച്ചറൽ ചേഞ്ചാണ്. ഈ വെസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും പോസിറ്റീവ് ഫീലിംഗ് ഒത്തിരി പ്രകടിപ്പിക്കുന്നവരാണ്. നെഗറ്റീവ് ഫീലിംഗ് അവർ മരിച്ചിടത്ത് പോയി ടിഷ്യൂ, രാവിലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ടിഷ്യൂ ഒക്കെ വെച്ച് അത് ഉറക്ക കാര്യത്തൊന്നുമില്ലല്ലോ. പക്ഷേ ഇന്ത്യക്കാർ നേരെ തിരിച്ച ഈസ്റ്റേൺ കൾച്ചർ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഫീലിംഗ് ഒക്കെ നല്ലപോലെ പ്രകടിപ്പിക്കും, പക്ഷേ പോസിറ്റീവ് ഫീലിംഗ് നമ്മൾ പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കത്തില്ല. എക്സാക്ട്ലി, കറക്റ്റ്. അപ്പോൾ ഈ കൾച്ചറൽ ട്രാൻസിഷൻ കൊണ്ട് അടുത്ത കാലത്ത് നമ്മുടെ ആളുകളുടെ ഈ എക്സ്പ്രഷനുള്ള എക്സ്പെക്ടേഷൻസ് ഒത്തിരി കൂടി. കാരണം അതാ കൾച്ചറൽ ഇൻഫ്ലുവൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്നേഹം പ്രകടിപ്പിക്കണം എന്നുള്ള ആഗ്രഹം വളരെ കൂടി. അത് കിട്ടി വളർന്നവരല്ല ഈ കൊടുക്കേണ്ടിവരെ. നമ്മൾ ഈ സാൻഡ്വിച്ച് തലമുറയാണ്. എന്നാൽ കിട്ടാത്തവരെ ഇപ്പം കൊടുക്കേണ്ടി വരുന്നു. അത് വരുമ്പോഴത്തേക്ക് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവർക്ക് ആ സ്കില്ലില്ല, അവരെ ആരെയും കണ്ടു വളർന്നിട്ടില്ല, കിട്ടി വളർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊടുക്കാൻ അത്ര അറിയത്തില്ല. പക്ഷേ പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. ഞാനിപ്പം പെട്ടെന്ന് ഓർക്കുന്നു, എൻ്റെ ഇടയ്ക്ക് ഒരു പെൺകുട്ടി ഒരു കൗൺസിലിംഗ് വന്നാൽ വേറെ ആവശ്യത്തിന് വന്നാൽ, അപ്പം ഒരു ദിവസം വന്നപ്പോൾ അവൾ വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് വന്നേ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം പിതാവ് ഹോസ്റ്റലിൽ വന്നു, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് തന്നു. പക്ഷേ എൻ്റെ കൂട്ടുകാരിയുടെ പിതാവ് വന്നപ്പം കേക്ക് വായി വെച്ച് കൊടുത്തിട്ട് ഹഗ് ചെയ്തിട്ടാണ് പോയി. പപ്പ കൊണ്ട് കേക്ക് തന്നിട്ട് പോയതേ ഉള്ളൂ. ഞാൻ ഈ പിതാവിൻ്റെ ഹിസ്റ്ററി പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഒരിക്കൽ പോലും ഈ കേക്ക് കൊണ്ടുവന്ന അപ്പൻ പിതാവിൻ്റെ മടി കയറി ഇരുന്നിട്ടില്ല. ഒരിക്കൽ പോലും പിതാവിനോട് കാര്യം ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടില്ല. എല്ലാം അമ്മ വഴിയാ. അപ്പൻ തിണ്ണകിരിക്കുവാണെങ്കിൽ ഒരിക്കലും നേരിട്ട് കയറത്തില്ല, അടുക്കള വഴി മാത്രമേ കയറത്തുള്ളൂ. അമ്മ വഴി മാത്രമേ ഏതെങ്കിലും ആവശ്യങ്ങൾ പിതാവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുള്ളൂ. കയ്യെ പിടിച്ചിരുന്നിട്ടില്ല, കൊഞ്ചിയിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനൊരു പിതാവാണ് എന്ത് ചെയ്തത്, മകൾക്ക് കേക്കും കൊണ്ട് ഹോസ്റ്റലിൽ കൊണ്ട് കൊടുത്തത്. അപ്പൊ അദ്ദേഹം എന്തുമാത്രം അയഞ്ഞു. പക്ഷെ അത്രയും അയഞ്ഞിട്ട് പോലും മകളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റിയില്ല. ഇതാണ് രണ്ട് തലമുറകൾ തമ്മിലുള്ള ഗ്യാപ്പ്. അപ്പം ഒരു മകൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്ന പിതാവിൽ നിന്ന്, പക്ഷേ ആ പിതാവ് എന്തുമാത്രം മാറി അല്ലേ? അത്രയും മാറിയിട്ട് പോലും മകളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ പറ്റിയില്ല. അല്ല, അങ്ങ് ഞാൻ ഈ കാര്യം പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ പറഞ്ഞല്ലോ, വെസ്റ്റേൺ പുറത്തുള്ള ആളുകൾ പ്രകടിപ്പിക്കാൻ ഭയങ്കര അല്ലേ താല്പര്യമുള്ള ഒരാൾ. ഞാൻ മാസ് മീഡിയയുടെ ഒക്കെ പുതിയ ഇൻഫ്ലുവൻസ് വന്നോടെ ഇതെല്ലാം നമ്മൾ കണ്ടു വളർന്നു. അതെ, പെട്ടെന്ന് അങ്ങനെയുള്ള എക്സ്പെക്ടേഷൻ കൂടി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ടായിരുന്നു കേട്ടോ, എന്തുകൊണ്ടാണ് നമ്മൾ അത്ര പ്രകടിപ്പിക്കാറില്ല, പക്ഷെ അവർ ഭയങ്കര ഫീലിങ്ങോടുകൂടി പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ഒരുപക്ഷെ അത് ആർട്ടിഫിഷ്യലായിട്ട് ഇനിഷ്യലി തോന്നുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് ഒരു മനുഷ്യ സമൂഹത്തിന് എന്തുകൊണ്ടാണ്? കാരണം ആ കൾച്ചറലായിട്ടുള്ള സ്വാധീനമാണ്. ഈയിടെ ഒരു കപ്പിൾ വന്നു. അപ്പം അവര് ബൈക്കിലാണ് ജോലി കഴിഞ്ഞ് വൈഫിനെയും കളക്ട് ചെയ്തുകൊണ്ട് ഹസ്ബൻഡ് പോകും. അപ്പോൾ ഈ ടൗണിൽ വരുമ്പോൾ അതുവരെ വയറ്റത്ത് കൈ വെച്ചോണ്ടാണ്, ബൈക്കിൻ്റെ പുറകെ ഹസ്ബൻഡിൻ്റെ വയറ്റത്തോട് കൈ വെച്ചോണ്ടാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ടൗണിൽ വരുമ്പം ചമ്മൽ കൊണ്ട് ഭാര്യ കൈ പോക്കും. അപ്പോൾ ഇത് പറഞ്ഞ വഴക്ക്, ഞാൻ നിന്റെ ഭർത്താവല്ലേ കൈ വെക്കടിയെന്ന് പറയും. ഇപ്പം ഇവക്കൊരു നാണം, ഇത് പറഞ്ഞ് എല്ലാ ദിവസവും വഴക്കാം.
നിസ്സാര കാര്യം. പക്ഷെ ആ നിസ്സാര കാര്യം അവർക്ക് ഒരാൾക്കൊരു ഇൻഹിബിഷൻ കിടക്കുന്ന പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് കൈ വെക്കാൻ. ഈ ഒരു ട്രാൻസിഷൻ തലമുറയ്ക്ക് ഈ പ്രശ്നമുണ്ട്. പുതിയ ജെൻസിക്ക് ആ പ്രശ്നമില്ല. അവർക്ക് വളരെ പോസിറ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പം തന്നെ ഓരോ വീടുകളിലും ഈ കൾച്ചറൽ വ്യത്യാസമുണ്ട്. ചില വീടുകളിൽ ഭയങ്കര ഫ്രണ്ട്ലിയും ഓപ്പണും അല്ലേ, പപ്പായൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലീസ്. എന്നാൽ ചിലർ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു. അപ്പൊ ഈ 10-25 വർഷം അങ്ങനെ വളർന്നിട്ട് പെട്ടെന്ന് ക്ലോസ്നെസ് വരേണ്ടി വരുമ്പോൾ അതങ്ങോട്ട് പ്രകടിപ്പിക്കാൻ അത്ര എളുപ്പമല്ല. ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടാണ്. ചിലപ്പം ചേർന്നിരിക്കുമ്പം കൈ വെക്കുമ്പോൾ മാറി നിൽക്കുന്നൊക്കെ പറയുമ്പോൾ മറ്റേ ആൾക്ക് ഭയങ്കര ഒഫൻസാണ്. കാരണം ഒരു ലവിങ് ആയിട്ട് ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ മറ്റേ ആളത് ആസ്വദിക്കുന്നതിന് പകരം മാറി നിൽക്കുന്നു. ഇതൊരു വലിയ പുതിയ കാലത്തെ വലിയൊരു കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഈ ഫാമിലി കൾച്ചറിൽ നോട്ട് രാജ്യത്തിന് മാത്രമല്ല ഓരോ ഫാമിലിക്കും എക്സ്പ്രഷനിൽ കൾച്ചറിൽ ഒത്തിരി വ്യത്യാസം ഉണ്ട്. ചില സ്ഥലങ്ങൾ ഭയങ്കര ട്രഡീഷണലാണ്. എഴുന്നേറ്റ് റെസ്പെക്റ്റ് ഒക്കെ കൊടുക്കുന്നതിൽ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, പെൺകുട്ടികളെ മുന്നിൽ ഇരിക്കരുത്, ആണുങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, കാലുമേ കാല് വെക്കരുത് എന്നൊക്കെയുള്ള ഒത്തിരിയും ട്രഡീഷൻസ് ഉള്ള സ്ഥലങ്ങൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. അതേസമയം അതൊക്കെ ഒട്ടും വിശ്വസിക്കാത്ത സ്ഥലങ്ങളും കേരളത്തിലുണ്ട്. ഞാൻ പേര് പറയുന്നില്ല. കേരളത്തിലെ പല സ്ഥലങ്ങളിൽ ഈ കൾച്ചറിൽ തന്നെ സബ് കൾച്ചേഴ്സ് ഒത്തിരി ഉണ്ട്. സ്ഥലങ്ങളുടെ തന്നെ കൾച്ചറൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവര് രണ്ട് സ്ഥലത്തുകാരാ കല്യാണം, ട്രഡീഷണൽ സ്ഥലത്തു നിന്ന് ഈ ഓപ്പൺ സ്ഥലത്തേക്ക് കല്യാണം കഴിച്ചെങ്കിൽ അതൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയാണ്. അപ്പൊ നമ്മൾ ഈ ചെറുപ്പം മുതലേ കണ്ട് പരിചയിച്ച കുറെ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ അലൈൻഡ് ആയിട്ടുള്ളത് അല്ലേ? അതിൽ നിന്ന് വ്യത്യാസമായിട്ട് തോന്നുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ചിലർക്ക് അത് അഡാപ്ഷൻ കഴിവ് ഭയങ്കര കൂടുതലാണ്, ചിലർക്ക് അഡാപ്ഷൻ കഴിവ് തീരെ കുറവാണ്. വീട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയ കുട്ടികൾക്കൊക്കെ അഡാപ്ഷൻ ചെയ്യാനുള്ള കഴിവ് വളരെ കുറവാണ്. ചിലരാണെങ്കിൽ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ നിന്നൊക്കെ വിദേശത്തൊക്കെ പോയി പെട്ടെന്ന് ആ കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നവരുണ്ട്. എന്നാൽ എത്ര വർഷം കഴിഞ്ഞിട്ടും തനി മലയാളിയായിട്ട് US താമസിക്കുന്നവരുമുണ്ട്, അല്ലെങ്കിൽ UK താമസിക്കുന്നവരുമുണ്ട്. ചിലർക്ക് അഡാപ്ഷൻ കഴിവ് വളരെ കുറവാണ്. ശരിക്കും അങ്ങയുടെ അഭിപ്രായത്തിൽ ഈ ഒരു എനിക്ക് തോന്നുന്നു ഒരു 35 വർഷമായല്ലോ, ഈ 35 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ജോയിന്റ് ഫാമിലി ഒക്കെ ആയിരിക്കും കൂടുതൽ അല്ലേ? ഇപ്പം റീസെൻ്റ്ലി അല്ലെ ഒരു 10-20 വർഷമായി കാണുമായിരിക്കും അല്ലേ ഈ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള കോൺസെപ്റ്റിലേക്ക്? ശരിക്കും ന്യൂക്ലിയർ ഫാമിലി ആണോ ഒരു നല്ലൊരു കോൺസെപ്റ്റ്, അതോ? രണ്ടിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. കളക്റ്റീവ് ഗുഡാണ് ഈ ജോയിന്റ് ഫാമിലിയുടെ ഒരു പ്രധാന കൾച്ചർ, എല്ലാവരുടെയും നന്മ. അപ്പോൾ പഴയ കാലത്ത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കല്യാണം കഴിക്കാതെ ജീവിക്കുന്ന ഒത്തിരി മൂത്ത കുട്ടികൾ ഈ രാജ്യത്തുണ്ടായിരുന്നു, ഇളയ കുട്ടികൾക്ക് വേണ്ടി. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ അതിനുവേണ്ടി കല്യാണം കഴിക്കാത്തവരാരും ഇല്ല. ശരിയാ. കുടുംബത്തെ പോറ്റാൻ വേണ്ടി സിംഗിൾനെസ് സെലക്ട് ചെയ്തവർ വളരെ വളരെ കുറവ്. പഴയ കാലത്ത് അത് വളരെ കോമൺ കാഴ്ചയായിരുന്നു. കോമൺ ആയിരുന്നു അല്ലേ? വളരെ കോമൺ ആയിരുന്നു. അതായത് ഒരാൾ പോയി അധ്വാനിക്കുന്നു, മൂത്തവർ പോയി അധ്വാനിക്കുമ്പോൾ ഇളയ കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടി സ്വന്തം കുടുംബം ജീവിതം മാറ്റിവെച്ച ധാരാളം ത്യാഗികളുണ്ടായിരുന്നു ഈ രാജ്യം. അപ്പോൾ മനുഷ്യൻ അത്രയ്ക്ക് സെൽഫിഷ് അല്ലായിരുന്നു, അത്രയ്ക്ക് സെൽഫ്ലെസ് ആയിരുന്നു. ആ കൾച്ചർ മാറിയിട്ട് വെസ്റ്റേൺ ഇൻഡിവിജ്വലിസത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം നമ്മളൊരു കളക്റ്റീവ് ഗുഡ് ഉള്ള ഒരു കൾച്ചറാണ് ഈസ്റ്റേൺ കൾച്ചർ. വെസ്റ്റേൺ കൾച്ചർ കുറച്ചുകൂടി ഇൻഡിവിജ്വലിന്റെ പ്രാധാന്യം, പ്രത്യേകിച്ച് ഹ്യൂമനിസത്തിന്റെ ഒക്കെ ഡെവലപ്മെന്റോടെ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഇൻഡിവിജ്വൽ ഫീലിംഗ്, വ്യക്തി എന്നുള്ളതിന് സെൽഫിന് ഒത്തിരി പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ വന്നപ്പോഴത്തേക്ക് എന്താ പറ്റി, ഈ കളക്റ്റീവ് ഗുഡിനേക്കാളിലും അവിടെ ആ കളക്റ്റീവ് ഗുഡിനകത്ത് അവഗണിക്കപ്പെട്ടത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, വ്യക്തിയുടെ വെൽബീയിങ്. കാരണം വ്യക്തിക്ക് അവിടെ വലിയ പ്രാധാന്യമില്ല, വ്യക്തിയുടെ വളർച്ചയ്ക്കോ വ്യക്തിയുടെ വെൽബീയിങ്ങിനോ വ്യക്തിയുടെ ഫീലിങ്ങിനോ വലിയ പരിഗണനയില്ല. അതാണ് ജോയിന്റ് ഫാമിലിയുടെ നെഗറ്റീവ്സ്. വ്യക്തിക്ക് വളരാനുള്ള സാധ്യത കുറവായിരുന്നു. കുടുംബ നന്മയ്ക്ക് വേണ്ടി പലരും വ്യക്തികൾ സാക്രിഫൈസ് ചെയ്യാറ്. ന്യൂക്ലിയർ ഫാമിലിക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. വ്യക്തിയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും സാധിക്കുമ്പോൾ കളക്റ്റീവ് ഗുഡ് മറക്കുന്നു. സത്യത്തിൽ ഇതിന്റെ നടുക്കാണ് ഒരു ബാലൻസ്. ആണ് ഇതിന്റെ നടുക്കാണ്. കാരണം കളക്റ്റീവ് ഗുഡ് നോക്കണം, വ്യക്തിപരമായ ഗുഡ് നോക്കണം. മനുഷ്യ ഒരു സാമൂഹിക ജീവിയല്ലേ? അപ്പോൾ ഈ മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന സമൂഹം ഫാമിലിയാണ്. അപ്പൊ ഈ മനുഷ്യനെ മനുഷ്യത്വം പഠിപ്പിക്കുന്ന വേദി ഫാമിലിയാണ് അല്ലേ? അതാണ് അങ്ങ് യൂസ് ചെയ്ത സർവകലാശാല എന്ന് പറഞ്ഞല്ലേ? മാത്രമല്ല, മനുഷ്യന്റെ എല്ലാ ക്വാളിറ്റീസും ഡെവലപ്പ് ചെയ്യുന്ന സർവകലാശാല വീടാണ്. അപ്പൊ മനുഷ്യ രൂപവൽക്കരണത്തിൽ ഫാമിലി നശിച്ചാൽ മനുഷ്യത്വമുള്ള മനുഷ്യരുടെ അഭാവം ഈ രാജ്യത്തുണ്ടാകും. ഇത് ഭയങ്കര സാമൂഹ്യ പ്രശ്നമാണ്. അടുത്ത തലമുറയിൽ ചിലപ്പോൾ മനുഷ്യരെ തപ്പി നടക്കേണ്ടി വരും, മനുഷ്യത്വമുള്ള മനുഷ്യൻ. കാരണം മനുഷ്യനാക്കുന്നത് അവന്റെ ആ സെൽഫ്ലെസ്നെസ്, അവൻ അതേഴ്സ് കൺസേൺ, അപരബോധമാണ്. ആത്മീയതയെല്ലാം മനുഷ്യനെ അപരബോധമുള്ളവനാക്കും അല്ലേ? ഈ അപരബോധം മാറി എന്റെ കാര്യം മാത്രം ചിന്തിക്കുന്ന ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ മൃഗത്തേക്കാൾ, കാരണം മൃഗത്തിന് പോലും സാമൂഹ്യ ബോധമുണ്ട്.
പട്ടിക്ക് ഒരു പട്ടി വയ്യാതായ മറ്റൊരു പട്ടി പരിഗണിക്കും, ഒരു കാക്ക വീണാൽ മറ്റേ കാക്കകൾ പറക്കും. അത്രയും പോലും അവരിനെ കുറിച്ച് ബോധമില്ലാത്ത ഒരു തലമുറ ഈ രാജ്യത്ത് വളർന്നു വരിക. ഇത് ഭയങ്കര അപകടകരമായ ഒരു ട്രെൻഡാണ്. എനിക്ക് പേഴ്സണലി ഇത് വലിയൊരു ഇൻസൈറ്റാ. കാരണം ഞാൻ ഫാമിലി അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല എന്നുവെച്ചാൽ എൻ്റെ ഒരു ഫിലോസഫി. പിന്നെ ഇത് ബേസിക്കായിട്ട് ഇതിന്റെ പ്രാധാന്യം ഇതാണ്. മനുഷ്യത്വം വളർത്താൻ വേണ്ടി ഞാൻ വിശ്വസിക്കുന്ന ഈശ്വരൻ ഈ ഭൂമിക്ക് കൊടുത്ത ഏറ്റവും വലിയ മനോഹരമായ കോൺസെപ്റ്റാണ് ഫാമിലി. കാരണം മനുഷ്യനെ കാരണം ആരാ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്? കുടുംബത്തിലുള്ളവരാ അല്ലേ? അപ്പം മക്കൾക്ക് വേണ്ടി 30 വർഷം ഒരു കുട്ടിയെ 25 വർഷം ഒരു കുട്ടിയെ വളർത്തുന്നു. എന്തോ പ്രതീക്ഷിച്ച ഒരമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു, പ്രസവിക്കുന്നു, എന്തെല്ലാം പെയിൻ അനുഭവിച്ച ഒരു കൊച്ചിനെ. പക്ഷെ അമ്മ ഒരിക്കലും അതൊരു പെയിനായിട്ട് കാണുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഷേപ്പ് പോകുന്നു, ബോഡിക്ക് മാർക്ക് വീഴുന്നു അല്ലേ? ഒരു കൊച്ചിനെ വേണ്ടി ഞാൻ എന്തിനാ വേറത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ കുടുംബം എന്തിനാ ഞാൻ വേറൊരാൾക്ക് വേണ്ടി ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്ത വന്നതോടെ മനുഷ്യൻ അവനവനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. പക്ഷെ ഈ അവനവനെ കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യനിൽ മനുഷ്യത്വത്തിന്റെ അംശങ്ങൾ വളരെ കുറവാണ്. ഇത് മനുഷ്യൻ ഭയങ്കര മൃഗത്തിൽ പോലും ആ കൺസേൺ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കളക്റ്റീവായിട്ട് അവർ ഒരു ഉറുമ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മറ്റൊരു ഉറുമ്പിനെ അവർ അറിയിച്ച് അവർ തമ്മിൽ കെയർ ചെയ്യും. അത് ജീവജാലങ്ങളിൽ പോലും ഉള്ള ഒരു കഴിവാത്. അത്രയും പോലും ഇല്ലാത്ത ഒരു ജീവിയായിട്ട് മനുഷ്യൻ മാറിയാൽ മനുഷ്യന്റെ ഔന്നത്യം മറ്റ് ജീവജാലങ്ങളിൽ നിന്നുള്ള ഔന്നത്യം അവന് നഷ്ടപ്പെടുക, താഴോട്ട് പോകും. ഇതന്നെ വളരെ കൺസേൺ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഫാമിലി പ്രിസർവ് ചെയ്യുക എന്നുള്ളത് ഈ മനുഷ്യരാശിയോടും മനുഷ്യകുലത്തോടും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ്, പുണ്യമാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഗ്രേറ്റ്. ശരിക്കും അങ്ങനെ ഫാമിലി ഹാർമോണി എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ മനോഹരമായിട്ടല്ലേ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ശരിക്കും എന്താണ് ഒരു ഫാമിലി ഹാർമോണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇന്ന് ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ കഴിഞ്ഞ വർഷം 1,10,10,000 കുടുംബങ്ങളാണ് കല്യാണം കഴിച്ചു. ഹൈക്കോടതി റീസെൻ്റ്ലി പറഞ്ഞു 1,10,10,000 ചിലവാനും വിവാഹങ്ങളാണ്. 33,000 വിവാഹം കഴിഞ്ഞ വർഷം കേരളത്തിൽ ഡിവോഴ്സായി. 30%, ഏകദേശം 33. അതപ്പം 30 മേളിൽ കൂടുതൽ, അത്രയും ശതമാനം വിവാഹം. ഇന്ത്യൻ ആവറേജിന്റെ 7 ടൈംസ് കൂടുതലാണ് കേരളത്തിലെ ഡിവോഴ്സ് റേറ്റ്. കേരളത്തിൽ മാത്രം? കേരളത്തിൽ. ഇന്ത്യയെ ഇപ്പോഴും ലോകത്തിലെ രാജ്യങ്ങളിൽ 123ാമത് ലോവസ്റ്റ് ഡിവോഴ്സ് റേറ്റ് ഉള്ള സ്ഥലമാണ് കേരളം. ഇന്ത്യ 1% ഉള്ളൂ. അത് യൂറോപ്പിൽ 80 to 90. അമേരിക്കയിൽ 50 to 60. അമേരിക്കയും കാനഡയിലും. അപ്പോൾ ഇന്ത്യയുടെ ഡിവോഴ്സ് റേറ്റ് 1%. പക്ഷെ കേരളത്തിലേത് അത് 7% ഇപ്പം. അത് 350% ഗ്രോത്തിലാണ് ഈ 20s തുടങ്ങിയപ്പം തൊട്ട്. 350% ഗ്രോത്തിലാണ് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രിയുടെ ലെവലിലേക്ക് എത്താൻ വളരെ ചെറിയൊരു കാലഘട്ടത്തിനകം കേരളം എത്തും. വളരെ 5-10 വർഷത്തിനകം എത്തും. അത്രയ്ക്ക് ഫാസ്റ്റായിട്ടാണ് ഫാമിലി ഡിസിൻറ്റഗ്രേഷൻ കേരളത്തിൽ നടക്കുന്നത്. പക്ഷേ ഇത്രയും വലിയ നമുക്ക് റിലീജിയസ് അല്ലേ കോൺസെപ്റ്റ് കൂടുതലുള്ള രാജ്യം ഇന്ത്യയല്ലേ? അതെ. പക്ഷെ എന്നിട്ട് പ്രത്യേകിച്ച് എനിക്കൊന്ന് കേരളത്തിൽ കൂടുതലാണോ എനിക്കറിയില്ല അല്ലേ? എന്നിട്ട് പോലും അല്ലേ ആ ഒരു ഫാമിലിയെ അത് ആ വെസ്റ്റേൺ സ്വാധീനം നല്ലപോലെ, കാരണം കേരളം ഒത്തിരി വെസ്റ്റേൺ ലോകവുമായിട്ട് ഒത്തിരി സഹകരിച്ച് ജീവിക്കുന്ന ഒരു ലോകമാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സ്വാധീനം, അത് പിന്നെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, പിന്നെ ധാരാളം പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പം വിമൻ ലിറ്ററസി കൂടി, അവരുടെ എഡ്യൂക്കേഷൻ കൂടി, അതുകൊണ്ടൊക്കെ അവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി. അപ്പോൾ ആ ഡിപ്പെൻഡൻസി ടു ഈച്ച് അതർ കുറഞ്ഞു. ഇവിടെ കാരണം ഏത് അടിച്ചമർത്തലിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ടല്ലോ. സ്ത്രീകൾ ഒരു കുറച്ചു കാലം അവരുടെ അവകാശങ്ങളും വികാരങ്ങളും നിഷേധിക്കപ്പെട്ട ഒരു സമൂഹം. അപ്പോൾ അത് അവർ തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് എപ്പോഴും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. അത് ഏത് റിയാക്ഷൻ, അടിച്ചമർത്തൽ എവിടെ കൂടിയോ അവിടെ റിയാക്ഷൻസ് ഓപ്പോസിറ്റ് ആകും. അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് ഇതിലിടയ്ക്കാണെങ്കിൽ ബാലൻസ്ഡ് ആകും. കാരണം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടരുത്, ചൂഷണം ചെയ്യപ്പെടരുത്, അതേസമയം ഫാമിലി നശിക്കുകയും വരുത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ബാലൻസ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു റിവേഴ്സ് റിയാക്ഷനായിട്ട് മാറും. അതൊരു സാമൂഹ്യ വിപത്തായിട്ട് തന്നെ മാറാനുള്ള സാധ്യത ഉണ്ട്. കാരണം കുട്ടികൾ അടുത്ത തലമുറകൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന, ഇപ്പം വിവാഹത്തിന് ഇപ്പം എനിക്ക് തന്നെ അറിയാവുന്ന ഒത്തിരിയും പേര്, ഒരു വലിയ പേഴ്സൻ്റ്, അത്
ഒരു 10 വർഷം മുമ്പേ കല്യാണം നടക്കുന്നില്ലെന്നുള്ള വിഷമത്തിൽ ആൾക്കാർ ഇന്റർവ്യൂ കൗൺസിലിംഗ് വന്നിട്ടുണ്ട്. 25, 28, 30 കല്യാണം നടക്കുന്നില്ല. അത് ഈ രാജ്യത്തെ വലിയൊരു ആൻഷ്യസ് ഇഷ്യൂ ആയിരുന്നു. ഇപ്പോൾ കല്യാണം വരുന്നെന്ന് പറഞ്ഞ് കൗൺസിലിംഗ് വരുന്നു. കല്യാണം ആലോചിക്കുന്നു, കല്യാണം വേണ്ട, ഹൗ ഐ ആം ഗോയിങ് ടു ഫേസ് ഇറ്റ്. ഇപ്പൊ വിവാഹത്തെ വളരെ ഭീതിയോടും ഭയത്തോടും കാണുന്ന ഒരു സമൂഹമായിട്ട് സമൂഹം മാറി. അത് സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അത് ഈ പീഡിപ്പിക്കപ്പെടുന്ന കുറച്ച് റിയാലിറ്റീസ് ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞേ. പക്ഷെ ആ റിയാലിറ്റിയെ ഇപ്പോൾ ഒരു പാല് പിരിഞ്ഞാൽ അഴുക്കായി മോശമായി തീരും, വളരെ ദുർഗന്ധമൊക്കെ വരും. അത് പാല് മോശമായെന്നല്ലല്ലോ, പാല് പിരിഞ്ഞതുണ്ട്. ഇതുപോലെ വിവാഹ ജീവിതത്തിന്റെ പാളിച്ച കൊണ്ടുണ്ടാകുന്ന ഒരു തിക്താനുഭവത്തെ ഊതി വീർപ്പിച്ച് വിവാഹം മോശമാണെന്നുള്ള ചിന്തയിലേക്ക് വരുന്നു എന്നുള്ളത് ആരോഗ്യകരമായൊരു സമീപനമല്ല. അത് ഭയങ്കര അപകടകരമായൊരു സമീപനമായിട്ടാണ് ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നത്. ഈ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ളൊരു ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ. അപ്പം എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു വിഷയമാണ് റീസെൻ്റ്ലി ഒക്കെ അല്ലേ. ശരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നൊരു പഴയ കാലഘട്ടം നോക്കുമ്പോൾ ഇപ്പം സ്ത്രീയും പുരുഷനും തമ്മിൽ വിവാഹത്തിന് ഇത്ര ഏജ് ഡിഫറൻസ് ഒക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പം കൂടെ പഠിക്കുന്ന ആളുടെ വിവാഹം എത്രയോ വർഷങ്ങളായിട്ടല്ലേ. ശരിക്കും ഈ ഒരു സമത്വം അങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് എന്താ? തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും വർത്തിനും വാല്യൂവിനും ഈക്വലാണ്. മനുഷ്യത്വത്തിന് 2 വശമാണ് സ്ത്രീയും പുരുഷനും. ഈക്വൽ വർത്തുള്ള ഈക്വൽ വാല്യൂ ഉള്ള 2 കോംപ്ലിമെൻ്ററി പാർട്ടുകളാണ്. അങ്ങനെ അതിനെ കാണും. പക്ഷേ സ്ത്രൈണഭാവവും പുരുഷഭാവവും വ്യത്യസ്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ പുരുഷനിലുള്ള പുരുഷഭാവത്തിന് ഈക്വൽ വർത്താണ് സ്ത്രീയിലുള്ള സ്ത്രൈണഭാവം. ഇന്ന് ഞാൻ കാണുന്നത് പെൺകുട്ടികളിൽ, അത് എൻ്റെ ഒരു പേഴ്സണൽ ഒബ്സർവേഷൻ, ഞാൻ റീഡ് ചെയ്തിട്ടില്ല, പെൺകുട്ടികളിൽ ഈ പുരുഷഭാവം കൂടി വരുന്നു, അഗ്രസീവ് നേച്ചർ കൂടി വരുന്നു. ആൺകുട്ടികളിൽ സ്ത്രൈണഭാവവും കൂടി വരുന്നു. ഇത് പ്രകൃതി ഓപ്പോസിറ്റിനോടാണ് അട്രാക്ഷൻ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നേച്ചർ പോയാൽ മ്യൂച്വൽ അട്രാക്ഷൻ കുറയും. ഇത് ഇപ്പോഴത്തെ സെക്ഷൽ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ 10 വർഷം കൂട്ടുകാരായിരുന്ന പല പിള്ളേർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടിരുന്ന് ലവ് ആയിട്ട് കല്യാണം കഴിച്ചു. 6 മാസം പോലും ഒന്നും ജീവിക്കുന്നില്ല. 10 വർഷം പ്രേമിച്ച് കാണുന്നിട്ട്. അപ്പം ആ ഫ്രണ്ട്സ് എന്നുള്ളത് ദേ ആർ ഗുഡ് ഫ്രണ്ട്സ്. പക്ഷെ പങ്കാളി എന്നുള്ള റോള് വരുമ്പോഴത്തേക്ക് അവർ ഡിസ്ഫങ്ഷനിലാവും. കാരണം പങ്കാളിയെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഫ്രണ്ടിനെ കുറിച്ചുള്ള പ്രതീക്ഷയും വ്യത്യസ്തമാണ്. ഇവിടെ ഈ സ്ത്രൈണഭാവത്തിനും പുരുഷഭാവത്തിനും നിലനിർത്തേണ്ടത് ആവശ്യമാണ്. അപ്പം പുരുഷത്വം കളയരുത്, സ്ത്രീ സ്ത്രൈണഭാവവും കളയരുത്. ഇപ്പം പുരുഷൻ്റെ ഒരു ഉദാഹരണം, ശരീരത്തിന് അവിടെ ഒരു മസിലുള്ള ഒരു ശരീരമാണ് പുരുഷൻ്റെ ഒരു സൈനെങ്കിൽ സ്ത്രീയുടെ സോഫ്റ്റ്നെസ് ആണ് അവിടെ സ്ട്രെങ്ത്. അത് വീക്ക്നെസ് അല്ല, സ്ട്രെങ്താണ്. കാരണം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ശരീരത്തോടാണ് പുരുഷന് ആകർഷണം തോന്നുന്നത്. അപ്പം ആ പുരുഷഭാവം കളയാതിരിക്കുക, സ്ത്രീ സ്ത്രൈണഭാവം കളയാതിരിക്കുക. അതുപോലെ തന്നെ ചില റോളുകളിലും ആ സ്ത്രൈണഭാവത്തിന് ചേരുന്ന ഒരു അമ്മയാകാൻ, ഒരു പുരുഷൻ ഒരിക്കൽ അമ്മയാകുന്നതിന്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ വളർത്തുന്നതിന് ഒരു സ്ത്രീക്കുള്ള സ്ത്രൈണഭാവം ഇല്ല, ആ കഴിവില്ല. അതിൻ്റെ പല പരിമിതികളുണ്ട്. അത് പുരുഷന് ഒരു പ്രൊട്ടക്ടർ എന്നുള്ള റോള്, ഒരു ഹെഡ്ഷിപ്പ്, അത് നമ്മൾ പറയും സാമൂഹിക ശാസ്ത്രന്മാരുണ്ടാക്കിയതൊന്നുമല്ല. പ്രകൃതിയിലെ ഏത് ജീവജാലത്തെ നോക്കി കൊമ്പനാനേയും പിടിയാരെയും തമ്മിൽ വ്യത്യാസമില്ല. ആൺസിംഹവും പെൺസിംഹവും ഇല്ല, ആൺമയിലും പെൺമയിലും ഇല്ല, പൂങ്കോഴിയും പിടക്കോഴിയും തമ്മിലില്ല. സ്ട്രക്ചറിലും നേച്ചറിലും ബിഹേവിയറിലും ദർ ഇസ് എ ക്ലാസിക് ഡിഫറൻസ്. അവരാരും അഡാപ്റ്റ് ചെയ്തതും ഫോഴ്സ്ഫുള്ളായിട്ട് സൊസൈറ്റി ഉണ്ടാക്കിയതൊന്നും അല്ലല്ലോ. അപ്പം ഞാൻ വിശ്വസിക്കുന്നത് ആ വ്യത്യാസം ഉണ്ട് പ്രകൃതിദത്തമായി ഈശ്വരൻ. കാരണം ഈ പ്രകൃതിയുടെ മനോഹരത ആ സൗന്ദര്യമാണ്. ആ ഓപ്പോസിറ്റ് അട്രാക്ഷൻ എന്നുള്ള ആ ഓപ്പോസിറ്റ് നേച്ചറിനാണ് പരസ്പരം അട്രാക്ഷൻ തോന്നുന്നത്. ഇപ്പോൾ ഈ നേച്ചർ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ മ്യൂച്വൽ അട്രാക്ഷൻ പെട്ടെന്ന് കുറയും. നീഡ് ഫോർ ഈച്ച് അതറും വളരെ കുറയും. ഇപ്പം പുരുഷന് ഒരു ലീഡർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ചാരി ജീവിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലെ അപ്പോൾ ഒരു പ്രൊട്ടക്ടർ എന്നുള്ള റോളും മറ്റേ ആളൊരു കെയർ ഗീവറും. അപ്പോൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ആളിനെയാണ് റെസ്പെക്ട് ചെയ്യുന്നത്, കെയർ ചെയ്യുന്ന ആളിനെയാണ് സ്ത്രീ റെസ്പെക്ട് ചെയ്യുന്നത്. പ്രൊട്ടക്ട് തൻ്റെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. അതേസമയം തിരിച്ച് തനിക്ക് ലീഡർഷിപ്പ് കൊടുക്കുന്ന, പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പുരുഷനോടാണ് സ്ത്രീക്ക് ആകർഷണം. സ്ത്രീക്ക് എന്ത് ചെയ്യുന്നു? പുരുഷനെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന, ആദരിക്കുന്ന, വില കൽപ്പിക്കുന്ന, മിടുക്കനായിട്ട് കരുതുന്ന സ്ത്രീയോടാണ്. അപ്പോൾ റെസ്പെക്റ്റ് സ്ത്രീക്ക് പോയാൽ പുരുഷനുള്ള ആകർഷണം പോകും. അതേസമയം കെയറിങ് അറിയാത്ത പുരുഷന്മാർ
സ്ത്രീയുടെ ഹൃദയം വിൻ ചെയ്യാൻ അറിയത്തില്ല, പ്രത്യേകിച്ച് ടെൻഡർ കെയർ. സത്യം. ഇപ്പോൾ ഈ കരയുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ആണുങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നീ എന്തിനാ കരയുന്നേ, നീ ഇങ്ങനെ ചിന്തിക്കരുത്, ഇവൻ ചിന്തിക്കുന്ന പോലെ ഇവിടെ ചിന്തിക്കണം, നടക്കത്തില്ല. അതേസമയം ഞാൻ നിൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ കണ്ണീരൊന്നുടച്ച് ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒരു നിമിഷം കൊണ്ട് കരച്ചിൽ മാറും. അതേസമയം ഒരു ചിന്തിപ്പിച്ച് കരപ്പിച്ചിട്ട് മാറ്റാൻ നോക്കിയാൽ നടക്കത്തില്ല. അപ്പോൾ ഈ പുരുഷനെ കൈകാര്യം ചെയ്തതുപോലെ സ്ത്രീയെ കൈകാര്യം ചെയ്യാൻ നോക്കും, സ്ത്രീയെ കൈകാര്യം ചെയ്യുന്ന പോലെ പുരുഷനെ കൈകാര്യം ചെയ്യാൻ നോക്കും. ഇത് ഡിഫറൻ്റ് ആണ്. ബൈ നേച്ചറിൽ തന്നെ ആ സ്ത്രീ പുരുഷൻ വ്യത്യാസമുണ്ട്. അത് സൈക്കോളജിക്കലായിട്ടും ഫിസിക്കലായിട്ടും എല്ലാ ഡിഫറൻസും ഉണ്ട്. ആ ഡിഫറൻസ് പ്രകൃതിയിലുള്ള ഒരു വ്യത്യാസമാണ്. ആ വ്യത്യാസം പ്രകൃതിയുടെ എക്സിസ്റ്റൻസിന് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. വർത്തിലും വാല്യൂവിലും യാതൊരു വ്യത്യാസവുമില്ല, പക്ഷെ ഫങ്ഷനിലും നേച്ചറിലും വ്യത്യാസമുണ്ട്. അത് നിലനിർത്തണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് പ്രകൃതിയുടെ ബാലൻസിന് വളരെ അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതെ, ഇപ്പം പലപ്പോഴും വലിയ വലിയ സിറ്റികളിൽ, ഇപ്പോൾ എറണാകുളം ഉൾപ്പെടെയുള്ള സിറ്റികളിൽ നൈറ്റൊക്കെ നമ്മൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ 15 വയസ്സ് 20 വയസ്സ് 30 വയസ്സ് സിഗരറ്റ് വലിക്കുന്നു, മദ്യപിക്കുന്നു. അപ്പോൾ അത് പുരുഷനാവാനുള്ളൊരു ശ്രമമാണ്. കാരണം ഈക്വൽ ആകണമെങ്കിൽ വർത്തിന് പുരുഷൻ അവരതിനെ ആ ആസ്പെക്റ്റിലാണ് ആണ് അഗ്രസീവ്. ഈ പുരുഷൻ്റെ അഗ്രസീവ് നേച്ചർ വന്നേലേ എന്നെ ഈക്വലായിട്ട് പരിഗണിക്കുമെന്നാണ് ചിന്തിക്കുന്നത്. അഗ്രസീവ് നേച്ചർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഈക്വൽ അംഗീകാരം കിട്ടുന്നില്ല. സത്യത്തിൽ ആകർഷണം കുറയുക. കാരണം ഇത് ചിലപ്പോൾ മുമ്പേ പറഞ്ഞാൽ കൂട്ടുകൂടാനോ ചെത്തി നടക്കാനോ ചിലപ്പോൾ ഇഷ്ടമാണ്. പക്ഷെ പങ്കാളി എന്നുള്ള നിലയിൽ ഇവർ ഭയങ്കര ഡിസ്ഫങ്ഷനാണ്. ഇതാണ് നമ്മൾ കാണുന്ന ലോങ് ടൈം പ്രശ്നങ്ങൾ. അതുകൊണ്ട് അഗ്രസീവ് വിമനെ പുരുഷന് ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ടെൻഡർ ആയിട്ടുള്ള പെരുമാറാൻ അറിയാത്ത പുരുഷന്മാരെ തലക്കനം കാണിക്കുന്ന പുരുഷനെ അല്ല ഇഷ്ടം. ശക്തി കൊണ്ടും അധികാരം കൊണ്ട് കീഴടക്കുന്നവനെ അല്ല, സ്നേഹം കൊണ്ട് പെണ്ണിന്റെ ഹൃദയം വിൻ ചെയ്യാൻ പറ്റുന്ന പുരുഷനാണ് വിജയിക്കുന്നത്. പക്ഷെ അത് സ്വാഭാവികമായിട്ട് ഒരാളിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ലോ, ടോട്ടൽ ഒരു സോഷ്യലി മൊത്തത്തിൽ സംഭവിക്കുന്ന ഒരു. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഈക്വാളിറ്റിയും അതുപോലുള്ള ചില മൂവ്മെൻറ്റ്സും വരുത്തിയ എന്ന് പറഞ്ഞാൽ ചൂഷണത്തിനെതിരെ നടത്തിയ ഒരു പ്രതികരണം. പക്ഷേ ബാലൻസ് തെറ്റി എക്സ്ട്രീമായിട്ട് പോകുന്നു. ഇതാണ് ഇപ്പം കാണുന്നത്. അത് ബാലൻസ് തെറ്റരുത്, അതേസമയം ഇത് ചൂഷണത്തിലേക്ക് പോവുകയും അരുത്. ഇത് ബാലൻസിൽ പോകണം. ആ സ്ത്രീയായിട്ട് തന്നെ ജീവിക്കുകയും അവരുടെ ഷേപ്പിലും രീതിയിലും ശരീരത്തിലും മനസ്സിലുമുള്ള ആ പ്രത്യേകതകളാണ് അവിടെ അട്രാക്റ്റീവ്നെസ്. അത് കളഞ്ഞു കുളിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഒരു 20-30 വർഷം ഒന്നും ജിമ്മിൽ പോകുന്ന സ്ത്രീകളെ കാണാൻ ഇല്ലായിരുന്നു അല്ലേ? കേരളത്തിലുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. വളരെ കുറവല്ലേ. ഇപ്പം അവർ ശരീരം നോക്കരുതെന്നോ സൗന്ദര്യം നോക്കരുതെന്നോ ഇതുപോലുള്ള ധൈര്യമുള്ളവരായി മാറരുതെന്നോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. ധൈര്യമൊക്കെ അവർക്ക് തന്നെ യാത്ര ചെയ്യാനോ ഉള്ള ധൈര്യമൊക്കെ നേടിയെടുക്കുന്നത് അതൊന്നും അല്ല തെറ്റ്. പക്ഷെ അവർ ആ വ്യക്തിത്വത്തിലുള്ള സ്ത്രൈണഭാവങ്ങൾ കളയായിരുന്നാണ്. അല്ലാതെ അതുകൊണ്ട് പുരുഷനെ ചാരം നിന്ന് ഒട്ടും കഴിവില്ലാത്തവരും ലജ്ജാശീലരും ഒട്ടും പേടിയുള്ളവരുമായി മാറണമെന്നല്ല പറയും. ആത്മവിശ്വാസമുള്ള സ്വയാഭിമാനമുള്ള നല്ല വ്യക്തിത്വങ്ങളായിട്ട് തന്നെ സ്ത്രീകൾക്ക് ഇരിക്കാമല്ലോ. മറ്റു ജീവജാലങ്ങളിലൊന്നും ഈ പ്രശ്നമില്ല. ഇല്ല, മനുഷ്യന് മാത്രമേ. പക്ഷെ അത് പ്രകൃതിയിൽ ഒത്തിരി ഇംബാലൻസ് ഉണ്ടാക്കുന്നുണ്ട്. അത് കുടുംബജീവിതത്തിൽ എനിക്ക് തോന്നുന്നു മ്യൂച്വൽ സെക്ഷൽ അട്രാക്ഷൻ പോലും നഷ്ടപ്പെടുന്നതിന് ഒരു കാരണമായിട്ട് വരും. തീർച്ചയായിട്ടും സ്ത്രീയും പുരുഷനും അത് പലപ്പോഴും ഞാൻ ചോദിക്കാറുള്ളൊരു വിഷയമാണ് പല ആളുകളോടും. സ്ത്രീയും പുരുഷനും, ഒരു സ്ത്രീയും ഒരു പുരുഷനും ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പര്യാപ്തമായിട്ടുള്ള ഒരു ബയോളജിക്കൽ സിസ്റ്റമാണോ അവർക്കുള്ളത്? ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ മൾട്ടിപ്പിൾ പോയവരടുത്ത് ഈ സ്നേഹം നമുക്ക് ഏറെ പേരേക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഒരു സമയത്ത് ഒരാൾക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ പറ്റുക. അപ്പം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ മറ്റൊരാൾ തഴയപ്പെടും, മറ്റൊരാൾ അവഗണിക്കപ്പെടും. അല്ല, ഒരു ഈക്വലായിട്ട് ഒരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ജീവിത പങ്കാളികളും തൻ്റെ പങ്കാളിയുടെ ജീവിതത്തിൽ എനിക്ക് 1-ാം സ്ഥാനം കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് കൊടുക്കാതെ മറ്റൊരാളെ കിടുമ്പോൾ ഈ ആരെങ്കിലും ഒരാൾ അവിടെ വേദനിക്കപ്പെടുന്നുണ്ട്. മറ്റൊരാൾ, ഒരു സ്ത്രീ തന്നെ വേദനിക്കപ്പെടുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു പുരുഷൻ വേദനിക്കപ്പെടുന്നുണ്ടാകാം. അതുകൊണ്ട് ആ ഒരു കാരണം സ്നേഹം സെക്സ് മാത്രമല്ല, സ്നേഹം അതൊരു ആത്മാർത്ഥമായ സ്നേഹമായി മാറണമെങ്കിൽ
ആ കമ്മിറ്റ്മെൻറ്റും ഇതും കൊടുക്കണം. ആ കമ്മിറ്റ്മെൻറ്റും പ്രാധാന്യം കൊടുക്കുമ്പോഴാണ് ഒരാൾക്ക് വർത്തും വാല്യൂവും തോന്നുന്നത്. അല്ലാതെ അത് ഫ്ലെക്സിബിൾ ആകുമ്പോൾ പലപ്പോഴും അത് കുടുംബജീവിതത്തെയും സമൂഹത്തിൻ്റെ സ്ഥിരതയും ഒക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുവഴി ഉണ്ടാകുന്ന കുട്ടികൾ അത് കുടുംബ ബന്ധങ്ങളിൽ ഒക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫാമിലി സ്ട്രെസ്സ് ഒരു പുരുഷന് സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീയോട് മാത്രമല്ല ഒരു പ്രണയം തോന്നുന്നു, അല്ലെങ്കിൽ ലൈംഗികത തോന്നുന്നു, അല്ലേ, തോന്നുന്നു, ആകർഷണം തോന്നുന്നു, അല്ലെ, ആകർഷണം തോന്നുന്നു. അപ്പം വിച്ച് മീൻസ് മനുഷ്യൻ ഒരു ഇണയെ മാത്രമല്ലല്ലോ. അല്ല, നമുക്കിപ്പം പലതും തോന്നുന്നല്ലോ. അപ്പം നമ്മുടെ ഫാമിലിയിലെ കോൺസെപ്റ്റിലേക്ക് വരുമ്പം കൂടുതൽ സ്ട്രെസ് ആവുകയില്ലേ? അല്ല, ഈ പിരിമുറുക്കങ്ങൾ ഇപ്പം നമ്മുടെ മനസ്സിൽ ദേഷ്യം തോന്നാത്ത മനുഷ്യരുണ്ടോ? ചില നിമിഷങ്ങളിൽ ഒരുത്തനെ ശരിയാക്കണമെന്ന്. പക്ഷേ കൊല്ലുക എന്ന് പറയുന്നത് നമ്മൾ പിന്തിരിപ്പിക്കുന്നത് നമ്മുടെ മൂല്യബോധങ്ങളും വിശ്വാസങ്ങളും കാഴ്ചപ്പാടുകളും. അപ്പം മനുഷ്യൻ വികാരത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ചിന്തയുടെ ഏറ്റവും വലിയ പ്രശ്നം. മനുഷ്യനെ ഉന്നതനാക്കുന്ന മനുഷ്യൻ വികാരം അനുസരിച്ച് ജീവിക്കുന്നവനല്ല. ശരിയല്ലേ? ഇപ്പം മൃഗവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതിന് തോന്നിയതങ്ങ് ചെയ്യുക. മനുഷ്യനെ തോന്നിയ ചെയ്യത്തില്ല. അവൻ്റെ സാമൂഹ്യ ബോധം, നിയമബോധം, വരുംവരാഴിയെ ചിന്തിക്കുക, ധാർമ്മിക ബോധം, ഇതൊക്കെ അപ്പം അവൻ്റെ മനസ്സിൽ നിന്ന് അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നു. ഈ ആത്മനിയന്ത്രണമാണ് മനുഷ്യനെ ഉയർന്ന ജീവിയാക്കുന്നത്. അല്ല അവൻ തോന്നിയ പോലെ ജീവിക്കണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ മനുഷ്യ കുലത്തെ താഴോട്ട് നയിക്കുക. എൻ്റെ ഫീലിംഗ് അനുസരിച്ച്, എൻ്റെ വികാരം അനുസരിച്ച്, എൻ്റെ സംതൃപ്തി അനുസരിച്ച് ജീവിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ സാമൂഹ്യ ബോധമാണ് നഷ്ടപ്പെടുന്നത്. മറ്റു അപരനെ അതെങ്ങനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്നില്ല. എൻ്റെ വികാരവും അതും മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള നേച്ചറിനെ തന്നെ അത് നഷ്ടപ്പെടുത്തുക. ഇതുപോലുള്ള അപകടങ്ങളെക്കുറിച്ചൊന്നും ഈ ചിന്തിക്കുന്നവരെ പറയുന്നവരത് എങ്ങനെ അതിൻ്റെ ഇമ്പാക്റ്റ് ഇൻ ഹ്യൂമൻ കൾച്ചറിലും വ്യക്തികളിലും ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കുന്നില്ല. എല്ലാ തിന്മ ചെയ്യുന്നവർക്കും എല്ലാ എക്സ്ട്രീമിസ്റ്റുകളിലും അവർ ചെയ്യുന്നത് ശരിയാണെന്നില്ല. ഇപ്പം ടെററിസ്റ്റുകൾ അവർ ചെയ്യുന്നത് ശരിയാണെന്നല്ലേ അവർ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് പറഞ്ഞത് അതേ അല്ല. ഒരു യൂണിവേഴ്സൽ ശരിയും തെറ്റും ഉണ്ട്. ആപേക്ഷികമായ കാര്യങ്ങളുണ്ട്. ഇപ്പം ഡ്രസ്സോ മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല. യൂണിവേഴ്സൽ ആത്യന്തികമായ ചില ശരിതെറ്റുകളുണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ മുഴുവൻ ആപേക്ഷികമാകും. പിന്നെ നിയമങ്ങൾക്കൊരു കാര്യവുമില്ല. ലോകത്തെ എല്ലാവരും അവരവർ ഇഷ്ടം ചെയ്യുന്ന പോലെ ജീവിച്ചാൽ ഭയങ്കര കയോസുള്ളൊരു സമൂഹം മാറും. അപ്പോൾ ഇത്രയും കാലം മനുഷ്യരിത്ര നിയമങ്ങൾ വെച്ച് മനുഷ്യനെ ഡിസിപ്ലിൻ ചെയ്ത് മനുഷ്യന് ധാർമ്മിക ബോധം, നിയമബോധമൊക്കെ ഉണ്ടാക്കി മറ്റൊരാളെ ജീവിക്കണമെന്ന് ചിന്തിപ്പിച്ചിടത്തു നിന്ന് വീണ്ടും നമ്മളിലേക്ക് പോകുമ്പോൾ നമ്മൾ സത്യത്തിൽ പുറമോട്ട് പോവല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഈ വസ്ത്രധാരണം പോലെ തന്നെ ഏറ്റവും റിമോട്ടസ്റ്റ് ആയി ജീവിച്ചവർ അധികം വസ്ത്രം ധരിക്കാതെ മരൂരിയൊക്കെ വെച്ച് ജീവിച്ചു. മോഡേൺ മനുഷ്യരും ഏകദേശം അത്രയേ ഉള്ളൂ. അപ്പം ഇവൻ്റെ കാഴ്ചപ്പാടിലും വസ്ത്രധാരണത്തിലും ജീവിതത്തിലും സത്യത്തിൽ അവൻ പുറമോട്ട് പോവാ. ഈ പുറമോട്ട് പോക്കിനെയാണ് ആധുനികത എന്ന് പറഞ്ഞാൽ. റൗണ്ട് പോലാണ്, തുടങ്ങിയിടത്ത് തന്നെ ചെന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കാണുന്നത്. ഇപ്പം അങ്ങ് മുമ്പേ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇപ്പം രണ്ടുപേര് പ്രേമം അല്ലെങ്കിൽ പ്രണയാർദ്രമായിട്ടുള്ള സമയങ്ങളിൽ വളരെ സ്നേഹം തോന്നും. പിന്നീട് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു, സെപ്പറേഷനിലേക്ക് പോകുന്നു. ശരിക്കും ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്? ആ സ്ത്രീയുടെ പ്രശ്നമാണോ, ആ പുരുഷൻ്റെ പ്രശ്നമാണോ, അതോ സൊസൈറ്റിയുടെ പ്രശ്നമാണോ? ഈ രണ്ടുപേര് പ്രേമിക്കുന്നു, വർഷങ്ങളോളം ജീവിച്ചിട്ട് പ്രേമിച്ച് നടന്നിട്ട് വിവാഹം എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ ഒരു 6 മാസം സെപ്പറേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിന് കാരണം യഥാർത്ഥത്തിൽ സൊസൈറ്റിയാണോ, ഈ വ്യക്തികളാണോ? ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു കാര്യം, ഈ ഒരു ജീവിതത്തിന് ഒരു വശം ഒരു പാഷൻ കമ്പോണൻ്റ് ആളുകളെ തമ്മിൽ അടുപ്പിക്കുന്നുണ്ട്. വൈകാര്യവും റൊമാൻസും സെക്സും എല്ലാം കൂടെ ചേർന്ന്. എന്നാൽ ലോങ് ടേം റിലേഷൻഷിപ്പ് എപ്പോഴും കമ്പാനിയൻഷിപ്പിനാണ്, അല്ലാതെ പാഷനല്ല. ഇപ്പം പാഷൻ കമ്പോണൻ്റ് കെട്ടടങ്ങുമ്പോഴത്തേക്ക് അതിനേക്കാൾ വളരെ ഡീപ്പറായിട്ടുള്ള കമ്പാനിയൻഷിപ്പ് കമ്പോണൻ്റ് ഡെവലപ്പ് ചെയ്യുന്ന കപ്പിൾസാണ് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നത്. ഇപ്പം ലോങ് ടേം സ്റ്റഡീസ് കാണിക്കുന്ന റിലേഷൻഷിപ്പ് വാല്യൂസിലും ഫെയ്ത്തിലും പർപ്പസിലും ഒക്കെയുള്ള കോമൺനെസ്സാണ് പലരെയും എന്ത് ചെയ്യുന്നത്, ഒന്നിച്ചു നിർത്തുന്നത്. അല്ലാതെ ഇപ്പം 60 വയസ്സ് കഴിഞ്ഞ് അവർ സെക്സോ ഫിസിക്കൽ ആകർഷണമോ ഒന്നും അല്ല. പക്ഷേ 80-ആം വയസ്സിൽ 20-ആം വയസ്സുകളെക്കാളും അട്രാക്റ്റീവായിട്ടും ക്ലോസ് ആയിട്ടും ഇൻറ്റിമസിയും ജീവിക്കുന്ന കപ്പിൾസുണ്ട്. പിന്നെ ഭയങ്കര ഒരു മിനിറ്റ് അങ്ങോട്ട് മാറിയാൽ കാണാൻ പറ്റാതെ ഭയങ്കര ഡിപ്പെൻഡൻ്റ്. ഒത്തിരി ഓൾഡ് കപ്പിൾസ് ഭയങ്കര ക്ലോസാണ്. അതിന് കാരണം അവർ ഇതിനിടയ്ക്ക് ഒരു ഇൻറ്റിമസിയുടെ പറ്റ് തലങ്ങൾ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഇൻറ്റിമസിക്ക് ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി ഉണ്ട്. ഇപ്പം നമ്മളൊരാളെ ബുദ്ധിപരമായുള്ള ഐക്യത,
അപ്പം ബുദ്ധിപരമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്ന ആളിനോടായിരിക്കില്ല നമ്മൾ വികാരം പോയി പറയുന്നത്. വികാരം പറയുന്ന ഒരാളിനോടായിരിക്കത്തില്ല നമ്മൾ തുണി എടുക്കാൻ സെലക്ട് ചെയ്യാൻ വിളിച്ചോണ്ട് പോകുന്നത്. കാരണം അത് സൗന്ദര്യബോധം ഉള്ള ഒരാളെ വിളിച്ചോണ്ട് പോകും. നമ്മൾ പന്ത് കളിക്കാൻ വിളിക്കുമ്പോൾ കളിക്കുന്നതിനകത്ത് താല്പര്യമുള്ളതല്ല. അപ്പം ഹോബിക്കകത്തും റിക്രിയേഷനകത്തും പ്രെയറിനകത്തും വിശ്വാസങ്ങൾക്കകത്തും അതിനേക്കാൾ അപ്പുറത്ത് പർപ്പസിലും മൂല്യങ്ങളിലുമുള്ള സാമ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആവും. കാരണം ലൈഫിലെ മിഷൻസ്, പർപ്പസ്, വാല്യൂസ്, ഇതിനൊക്കെ ക്ലോസ്നെസ് ആണ് വളരെ ഡീപ്പർ റിലേഷൻഷിപ്പിലേക്ക് നയിക്കുന്നത്. അപ്പം നമ്മൾ വിവാഹത്തിൻ്റെ പലരും എന്താ ഈ ആദ്യത്തെ ഫിസിക്കലായിട്ടും റൊമാൻസിനും ഡെവലപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് പല ചലഞ്ചസ് വരും. അപ്പോൾ റിയൽ ലൈഫിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഇവർ കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇൻറ്റിമസി പെട്ടെന്ന് ചോർന്നു പോകും. കാരണം അത് സെക്ഷൽ ഇൻറ്റിമസി, ഫിസിക്കൽ ഇൻറ്റിമസി ഒക്കെ ഉള്ളായിരുന്നു, മറ്റ് വശങ്ങൾ വളർന്നില്ല. അതുകൊണ്ടാണ് ഈ 3 വർഷം കഴിഞ്ഞിട്ട് സർവേ ചെയ്യുന്നത്. മിക്കവാറും 1-2 വർഷം കഴിഞ്ഞിട്ട് ഈ സെക്കൻഡ് ഫേസ് ഡെവലപ്പ് ചെയ്യേണ്ട ആ സമയത്താണ് ഡീപ്പർ അവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം വരും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ കല്യാണം കഴിച്ചു, അല്പം കൂടെ കഴിഞ്ഞപ്പം ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയി, മോർണിംഗ് സിക്നെസ് തുടങ്ങി. ഈ ഹണിമൂണിൻ്റെ ടൈമിലെ മൂടല്ലല്ലോ, ഛർദിലും ബഹളവും ക്ഷീണവും തളർച്ചയുമായിട്ട് കിടക്കുമ്പോൾ ഇവർ തമ്മിലുള്ള മാറും. പക്ഷേ അപ്പോഴും കെയർ കൊടുത്തും അഫെക്ഷൻ കൊടുത്തും ഇവർ അതിലും ഡീപ്പർ സെക്ഷൽ ടച്ചിനേക്കാളിലും വലിയൊരു അടുപ്പം ചിലപ്പോൾ ഒരു കെയറിങ് വഴി ആ സമയത്തെ കൊടുക്കുന്ന കെയർ വഴി ഇവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രഗ്നൻസി ടൈമിൽ സ്ത്രീകൾക്ക് കൊടുത്ത പല കപ്പിൾ പ്രോബ്ലത്തിൽ അവർ ഏറ്റവും മുന്തി പറയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നെഗ്ലക്റ്റ് ചെയ്തതാണ്. സ്ത്രീയുടെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല. കാരണം ആ സമയത്ത് അവർ കെയർ ഒത്തിരി പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അപ്പോൾ സെക്ഷൽ ഇൻറ്റിമസിയെക്കാളും വലിയ ഇൻറ്റിമസി ഈ സിക്കായപ്പോൾ വീക്കായപ്പം കൊടുത്ത കെയർ കൊണ്ട് ഹൃദയത്തിൽ കയറാൻ പറ്റും. അപ്പം സെക്ഷൽ ഇൻറ്റിമസി മാത്രമല്ല, ഇപ്പം ഈ സ്കില്ലുകൾ ഇല്ലാത്തവരും ആ കഴിവില്ലാത്തവരും എന്ത് ചെയ്യും, ഈ മറ്റ് തലങ്ങളിലേക്കുള്ള ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്തെടുക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു 2 പേപ്പർ 1-2 ഇടത്ത് നമ്മൾ ഒട്ടിച്ച് വെച്ചു. അത് 1-2 ഇടത്ത് ഒട്ടിച്ചുണ്ടെങ്കിൽ നമുക്ക് 2 വളരെ എളുപ്പമാണ്. 25 ഇടത്ത് ഒട്ടിച്ച് 2 പേപ്പർ തമ്മിൽ നമുക്ക് ഷേപ്പ് മാറ്റാതെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതുപോലെയാണ് എത്രയും തലങ്ങളിലുള്ള കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നു അവർ തമ്മിൽ ഭയങ്കര ബോണ്ടായിരിക്കും. അവർക്ക് 1-2 ഏരിയ വീക്ക് ആയാലും അവരൊട്ടും ബന്ധത്തിൽ വീക്ക് ആകത്തില്ല. ഇത് ചുമ്മാ ഡെവലപ്പ് ചെയ്യത്തില്ല. സെക്ഷൽ ഇൻറ്റിമസിയും റൊമാൻസ് ഇൻറ്റിമസിയും നാച്ചുറലി ഉണ്ടാകുന്ന പെട്ടെന്ന് വലിയ എഫേർട്ട് ഒന്നും എടുക്കണ്ട. മറ്റേ ഇൻറ്റിമസികളൊക്കെ നമ്മൾ എഫേർട്ട് എടുത്ത് ഡെവലപ്പ് ചെയ്യേണ്ട. ഈ എഫേർട്ട് എടുത്ത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നത്, ഈ വീക്ക്നെസ്. പിന്നെ ഒത്തിരി നമ്മുടെ ഇന്നത്തെ സാമൂഹിക കാരണം, പണ്ട് നമ്മളൊരു അഗ്രികൾച്ചർ ബേസ്ഡ് സൊസൈറ്റി ആയിരുന്നു. അപ്പോൾ നമ്മൾ മിക്കവാറും സമയം കപ്പിൾസ് എല്ലാം ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഇഷ്ടം പോലെ സമയം എന്ത് ചെയ്യായിരുന്നു, ഇവർ തമ്മിൽ എല്ലാ കാര്യത്തിലും കൃഷി ചെയ്യാൻ പോകുന്നതും കൃഷി എടുക്കുന്നതും കുക്ക് ചെയ്യുന്നതും എല്ലാം ഇവർ ഒന്നിച്ചായിരുന്നു, പശുവിനെ വളർത്തുന്നതും എല്ലാം. അപ്പോൾ ഇഷ്ടം പോലെ ടൈം ടുഗദർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ അത് കഴിഞ്ഞ് പുരുഷന്മാർ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അപ്പോൾ ഫിക്സഡ് റോൾസ് തുടങ്ങി. കുറച്ചുകൂടെ സ്ത്രീകളകത്തെ കാര്യങ്ങളും പുരുഷന്മാർ പുറത്തെ കാര്യങ്ങളും ചെയ്താൽ അടുത്ത സ്റ്റേജ് വന്നപ്പോഴത്തേക്ക് 2 പേരും കൂടെ ജോലിക്ക് പോകാൻ തുടങ്ങി. ആ 2 പേരും കൂടെ ജോലിക്ക് പോകുന്നത് ആദ്യത്തെ ഇന്ത്യയിലെ ജോലികളൊക്കെ ഫിക്സഡ് ടൈമായിരുന്നു. പകൽ പോയി ഇത്ര സമയം കഴിഞ്ഞ് വന്നു. 2 പേരും മോർണിംഗും 2 പേരും ഉണ്ടായിരുന്നു. അല്പൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പേരും ഓപ്പോസിറ്റ് ജോലി ചെയ്യാൻ തുടങ്ങി. ഈ രാത്രി ഉള്ള ജോലികളും ഒക്കെ തുടങ്ങി. അപ്പോഴത്തേക്ക് 2 പേരും കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് ഡ്യൂട്ടികൾ എടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഒരാഴ്ചയിൽ ഒന്ന് പോലും ഇപ്പോൾ നമ്മുടെ UK-യിലും US-ലും ഒക്കെ നടക്കുന്ന മിക്ക കപ്പിൾസും, ഈവൻ കേരളത്തിലും നമ്മുടെ ഇവിടുത്തെ IT ഫീൽഡിലും ഒക്കെ അവരാഴ്ചയിൽ ഒരു ദിവസമേ കാണത്തുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഡ്രൈവേ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടാറ്റ പറഞ്ഞാൽ പോകുന്നത്. ആ ഒരു ദിവസം കൂടുന്ന ദിവസമാണ് വീട് ക്ലീൻ ചെയ്യണം, കുക്ക് ചെയ്യണം, വാഷ് ചെയ്യണം, പർച്ചേസ് ചെയ്യണം, 100 കൂട്ടം കാര്യങ്ങൾ. അന്ന് ഈ സാധാരണ ദിവസത്തെക്കാളും തിരക്കായിരിക്കും. എന്ന് പറഞ്ഞാൽ ഹാർഡ്ലി ദേ ആർ ഗെറ്റിംഗ് ക്വാളിറ്റി ടൈം. ഇൻറ്റിമസിയോ അടുപ്പത്തിനോ ഒരു സമയവും ഇല്ല. പിന്നുള്ളത് മാറ്റർ ഓഫ് ഫാക്ട് ഒക്കെ ചായ വാങ്ങിച്ചോണ്ട് പറഞ്ഞ വസ്തുക്കൾ വാങ്ങിക്കുന്നതിനെ കുറിച്ചോ കുട്ടികളുടെ കെയറിനെ കുറിച്ചോ ഇങ്ങനെയുള്ള വളരെ ഒഫീഷ്യൽ ടോക്കിൽ, ഫാക്ച്വൽ ടോക്കിലേക്ക് പോവുക. ഇമോഷണൽ ഇൻറ്റിമസിയും ടോക്സും വളരെ കുറവാണ്. ഇതാണ് പെട്ടെന്ന് വീക്കാകുന്ന മറ്റൊരു ഫാക്ടർ. പിന്നെ മറ്റൊത്തിരി ഫാക്ടേഴ്സ്. മെറ്റീരിയലിസ്റ്റിക്കായി ആളുകൾ ഇപ്പം കുടുംബജീവിതം 3 വർഷം 4 വർഷമൊക്കെ മാറി കാണാത്തവരുണ്ട്. കാരണം പണം ഉണ്ടാക്കാൻ പോവുക. കേരളത്തിലെ ആളുകൾക്കെല്ലാം വീട് പണിയണം. ഒരു പക്ഷേ വെസ്റ്റേൺ കൺട്രിയേക്കാളും മെച്ചപ്പെട്ട വീടുകളാണ് കേരളത്തിലുള്ളത്. ശരിയല്ലേ? പക്ഷേ ഈ വീട് പണിയാനുള്ള തിരക്കിനകത്ത് എന്തോ മറന്നു, ജീവിക്കാൻ മറന്നു, കുടുംബജീവിതമില്ല.
50-55 വയസ്സ് വരുമ്പോൾ ഹണിമൂൺ, എനിക്ക് 50-55 റിട്ടയർഡായി വരുന്ന 60 വയസ്സിലൊക്കെ ഗൾഫിൽ നിന്ന് വരുന്ന ഒത്തിരി പേർക്ക് ഹണിമൂൺ സ്റ്റേജിലുള്ള ഫാമിലി പ്രോബ്ലമാണ് തുടങ്ങുന്നത്. കാരണം അന്ന് അവർ ജീവിക്കാൻ തുടങ്ങിയ മറ്റേ മാസത്തിൽ ഒരു 2 വർഷത്തിൽ ഒന്ന് വരുന്ന വിരുന്നുകാരാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് വരുന്ന പോലെ അവരെ മാനേജ് ചെയ്ത് വിടും. ഹസ്ബൻഡ് വൈഫ് എന്നുള്ള വരുമ്പോൾ ഇവിടെ 20-25 വർഷം ഫാമിലി മാനേജ് ചെയ്ത ഹെഡായിട്ട് മണി ഡിസിഷനൊക്കെ എടുത്ത ആളിന് പെട്ടെന്ന് റോൾ ചേഞ്ചും കാര്യങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്ക് ഇവർ തമ്മിൽ മൊത്തം പ്രശ്നമാണ്. കാരണം അന്ന് അവർ റിയൽ ലൈഫ് ടുഗദർ ടൈമിൻ്റെ തുടങ്ങുന്നത് 55-60 ഇതൊക്കെ മലയാളികളുടെ ഇടയിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ. കാരണം 80 ലക്ഷം വീടുള്ളതിൽ 60 ലക്ഷത്തോളം മലയാളികൾ കേരളത്തിന് വെളിയില്ല. 90 ലക്ഷത്തോളം വീടേ ഉള്ളൂ കേരളത്തിൽ. അതിൽ 60 ലക്ഷത്തോളം മലയാളികൾ കേരളത്തിന് വെളിയില്ല. അപ്പോൾ അമേരിക്കയെ ഡിവോഴ്സ് കൊണ്ടുള്ള സിംഗിൾ പേരൻസിനേക്കാൾ കൂടുതൽ കേരളത്തിൽ ഈ മൈഗ്രേഷൻ കൊണ്ട് ഇവിടെ ഉണ്ട്. എന്നാൽ ഹസ്ബൻഡും വൈഫും കൂടെ താമസിക്കുന്ന, കുഞ്ഞുങ്ങളും കൂടെ താമസിക്കുന്ന വീടുകൾ കേരളത്തിൽ കുറവായിരുന്നു. ഒന്നീ ആരിലും ഒരാളെ കാണും. ഒന്നീ പിള്ളേരില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡില്ല, അല്ലെങ്കിൽ വൈഫില്ല. ഇപ്പം വൈഫ്സും ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് അപ്പം ഹസ്ബൻഡ്സ് നോക്കാൻ തുടങ്ങി. ഇത് ഇങ്ങനെയുള്ള. പിന്നെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്തവർക്ക് വേറെ പ്രശ്നങ്ങൾ. ഇവിടുന്ന് ഫിക്സഡ് റോൾ കണ്ടിട്ട് മിക്സഡ് റോൾ കഴിഞ്ഞിട്ട് അവർ നേരെ റിവേഴ്സ് റോളായി. അപ്പം അവിടെ പോയി വൈഫിൻ്റെ ഡിപ്പെൻഡൻ്റായിട്ട് ജീവിക്കുക. സാധാരണ പുരുഷന്മാർ ചെയ്യുന്ന പണികളെല്ലാം സ്ത്രീകൾ ചെയ്യുന്നു, സ്ത്രീകൾ ചെയ്യുന്ന പണികളെല്ലാം പുരുഷന്മാർ ചെയ്യുന്നു. അത് 25-30 വർഷം അവർ യൂസ്ഡേ അല്ല, പെട്ടെന്ന് റോൾ ചേഞ്ച് ചെയ്യുന്നു. കാരണം സ്ത്രീകൾക്ക് സെക്യൂറുള്ള ജോബ് കിട്ടി, ഇവർക്ക് അത്രയും സെക്യൂറുള്ള ജോബല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ നോട്ടം, കുക്കിങ്, ക്ലീനിങ് മാത്രം ചെയ്തു വരുമ്പോഴത്തേക്ക് ഇവർക്ക് നല്ല ജോലിയുമില്ല, ശമ്പളക്കുറവ് പോകുമ്പോൾ ഈഗോ ഇഷ്യൂസ് ഒത്തിരി പുതുതായിട്ട് വരുന്നു. ഇത് ശക്തി കൊണ്ട് വീക്കായിട്ടുള്ള പുരുഷൻ പിന്നെ ശക്തി കൊണ്ട് വെള്ളം ഒടിച്ചുമൊക്കെ സ്ത്രീകളുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ നടക്കുന്നു. അത് പണ്ട് നടത്തിയ പോലെ ചെയ്യുന്ന ഇപ്പം രക്ഷപ്പെടത്തില്ല. അവൻ പിറ്റേ ദിവസം തന്നെ പോലീസിനെ ഇൻഫോം ചെയ്യും, പാക്ക് ചെയ്ത് വിടും. അല്ലെങ്കിൽ വീട്ടിൽ കയറ്റാൻ പറ്റാതെ റോഡിൽ കൂടെ അടിഞ്ഞു നടക്കുന്ന ധാരാളം പുരുഷന്മാർ ഈ രാജ്യത്തുണ്ട്. പ്രത്യേകിച്ച് വിദേശത്ത് മൈഗ്രേറ്റ് ചെയ്ത് 100 ആയിരക്കണക്കിന് കേസുകൾ. കാരണം ദേ ആർ റിയലി സഫറിങ് ദർ. കാരണം ഇതുപോലുള്ള റിയാലിറ്റീസ് ഒന്നും മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ചിന്തിക്കത്തില്ല. അതിൻ്റെ കൂടി പേരൻസ് കൂടെ ചെന്ന് ഇത് ഇരട്ടിയാക്കാറുണ്ട്. കാരണം 30 വർഷം ഫിക്സഡ് റോൾ കണ്ട അമ്മച്ചിയും അപ്പനും അങ്ങോട്ട് ചെല്ലും. ചെന്നിട്ട് ചെറുക്കന് ഈ റിവേഴ്സ് റോൾ ചെയ്യുന്നത് കാണുമ്പോൾ അവരൊരുമാതിരി അവിടെ ജോബിന് വലിയ നാണംകേടൊന്നും ഇല്ലാത്തതുകൊണ്ട് ആണുങ്ങൾ അവിടെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 10 വർഷം മുമ്പേ വരെ കേരളത്തിലെ വിവാഹ ജീവിതങ്ങൾ സക്സസ്ഫുൾ ആയിരുന്നത് പാവം സ്ത്രീകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. ഇപ്പോഴത്തെ കുടുംബങ്ങളെല്ലാം സർവ് ചെയ്യുന്നത് പുരുഷന്മാരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് എബിലിറ്റി ഇല്ലാത്ത പുരുഷൻ എല്ലായിടത്തും ഫെയിലറാണ്, കുടുംബജീവിതം പോകും. ഈ റിവേഴ്സായി, ഇതെല്ലാം ഈ കാലത്തിനങ്ങ് റിവേഴ്സായി. അപ്പോൾ ഇവരൊക്കെ ചെല്ലുന്നിടം വരെ ഇവൻ നാണംകേടൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ചെയ്ത് സർവേ പോയതല്ലേ, ക്രെഡിറ്റ് പോയതാ, US പോയാൽ എങ്ങനെ സർവേ ചെയ്യണമെന്ന് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഈ പേരൻസ് ചെന്നിട്ട് ഇവനിൽ വിഷം കുത്തിവെക്കും. നീ അന്നോടെ ഇതൊക്കെ ചെയ്യേണ്ടി എന്നൊക്കെ പറയുന്നത് ഇവൻ അതുവരെ ഇല്ലാത്ത ഈഗോ ഒക്കെ ഉണ്ടായിട്ട് അതിന് കുടുംബം പോയി കലക്കുന്ന ഒത്തിരി പേരൻസ് ഉണ്ട്. ദീസ് ആർ ഓൾ ന്യൂ പുതിയ നമ്മുടെ എമർജ് ചെയ്യുന്ന പുതിയ ഇഷ്യൂസാണ്. ഇങ്ങനെയുള്ള ധാരാളം ഇഷ്യൂ. അതുപോലെ തന്നെ പഴയ കാലത്ത് അപ്പനൊക്കെ അടിക്കുന്നതും പീഡിപ്പിക്കുന്നതും കണ്ടിട്ട് ഈ മോൻ അതേ ടെക്നിക്ക് ഉപയോഗിക്കും. 2 കൊടുക്കാൻ ഇവൻ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോലീസിനെ വിളിച്ച് ഇവൻ അകത്ത് പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാലത്ത് കരഞ്ഞോട്ട് മാത്രം പ്രതികരിച്ചിടത്തുനിന്ന് ഇവൻ ജയിലിൽ പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുക. അങ്ങനെ വളരെ പെട്ടെന്നുള്ള ട്രെൻഡ് ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ ഒത്തിരി വിഷയങ്ങൾ. അതുകൊണ്ട് ആണുങ്ങളുടെ ഇടയിൽ മദ്യപാനം ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് വിദേശത്തുള്ളവർ പ്രധാന പണി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വെള്ളമടിച്ച് ഈ ടെൻഷൻ അയക്കുന്ന ഒരവസ്ഥയും ധാരാളം അഡിക്ട്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ദേ ആർ സ്ട്രഗ്ലിങ് എ ലോട്ട്. ഇങ്ങനെയുള്ള ഒത്തിരി അവിടുത്തെ സ്ത്രീകൾ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട്. കാരണം അവർ കഷ്ടപ്പെട്ട് വന്നിട്ട് കഴിയുമ്പോൾ ഈ മദ്യപാനവും പ്രശ്നങ്ങളും കൂടെ അവരെ ഒത്തിരി സഫർ ചെയ്യുന്നു. ഇതൊക്കെ പുതിയ കേരളത്തിലെ ഈ മദ്യപാനവും ജനകീയമായിക്കൊണ്ടിരിക്കുകയാണ്. അതെ. അതുകൊണ്ട് ഈ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, ഇപ്പം ഏത് വിഭാഗം, ഏത് മതം എടുത്ത്, ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ഏത് സെഗ്മെൻ്റ് എടുത്തു, അത് ശരിക്കും ഒരു ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതാണോ? 1. 2, പല റിലീജിയനിലുള്ള മാരേജ്, ഇന്റർ റിലീജിയസ് മാരേജ്. അപ്പോൾ അത് സക്സസ്ഫുൾ ആണോ? എങ്ങനെയാണ് അത് നോക്കണം? അതിൻ്റെ ഇല്ലാത്തവർക്ക് അത് പ്രശ്നമല്ല. പക്ഷെ വിശ്വാസമുള്ളവർ അവരവരുടെ റിലീജിയനിൽ വിശ്വാസമുള്ളവരും മറ്റൊരു മതത്തിൽ നിന്നും ഈവൻ ഒരു മതത്തിനകത്തുള്ള സബ് കൾച്ചറിൽ നിന്ന് പോലും കല്യാണം കഴിച്ചാൽ അത് പ്രശ്നമായിട്ട് മാറും. നമ്മൾ നിസ്സാരമെന്ന് കാണും. പക്ഷേ ഇതൊന്ന് റിയൽ ലൈഫിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ
പറ്റത്തില്ല. വിശ്വാസം ഇല്ലാത്തവരെ സംബന്ധിച്ചുള്ള പ്രശ്നമല്ല. ഇപ്പം അവർക്ക് ഒരു ഭാഗത്ത് ജനിച്ചു അവർക്ക് വിശ്വാസം ഒരു ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പോൾ ഈ വിശ്വാസം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരാൾക്ക് അത് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. കാരണം രണ്ടുപേർക്കും വിശ്വാസമില്ല. അപ്പോൾ അവരെ കുട്ടികളിലും വിശ്വാസം വളർത്തണമെന്നുമില്ല. അതേസമയം വിശ്വാസമുള്ള ഒരാളെ സംബന്ധിച്ചുള്ള 25 വർഷം ഒരു ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഒരാൾ പെട്ടെന്ന് മറ്റൊരു ഈശ്വരനിലേക്ക് അവരെ വിശ്വാസം മാറ്റാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഇയാളിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കിട്ടിയതാണ്. അവരുടെ ദൈവ കൺസെപ്റ്റ് മാറിയിട്ടില്ല, അവരുടെ പ്രാക്ടീസസ് ഓഫ് ഫെയ്ത്തോ ഒന്നും മാറിയിട്ടില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചോളം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. അങ്ങനെ പോയിട്ട് ദിവസങ്ങൾ പോലും കല്യാണം ജീവിക്കാതെ തിരിച്ചു വന്ന ധാരാളം പേരുണ്ട്. ഈ കൂടുതൽ ഇപ്പോൾ സെപ്പറേഷൻ്റെ ഒരു ഡിവോഴ്സിൻ്റെ റേറ്റ് അങ്ങ് പറഞ്ഞായിരുന്നല്ലോ കേരളത്തിലുള്ള, അത് ശരിക്കും ഇന്റർ റിലീജിയസ് മാരേജിലാണോ കൂടുതൽ? അങ്ങനെ എന്തെങ്കിലും കണക്കുകളുണ്ടോ? അങ്ങനെ ഇന്റർ റിലീജിയസ് മാരേജ് അത്രയൊന്നും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നൊന്നുമില്ല. കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള സെക്കുലർ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്ക് റിലീജിയൻ പ്രശ്നമേ അല്ല, ദൈവം ഒരു പ്രശ്നമല്ല. രണ്ടുപേർക്കും പ്രശ്നമില്ലാത്തവരെ സംബന്ധിച്ചോളം അതൊരു ബാധകമല്ല. കാരണം അവർക്ക് അതൊരു പർട്ടിക്കുലർ അല്ലല്ലോ. ഇപ്പം ഈ മതമല്ല, ഈ ആളുടെ വിശ്വാസമാണ് ഇമ്പോർട്ടൻറ്റ്. ആ വിശ്വാസമുള്ളവർ ആ വിശ്വാസം തേച്ചു പോകാൻ പറ്റത്തില്ല. ഇതാണ് പ്രശ്നം. അത് ഈ ആളിനോട് ഇഷ്ടമായിരിക്കും, വ്യക്തിയെ ഇഷ്ടമായിരിക്കും, അയാളെ കെട്ടുന്നു. പക്ഷെ അയാളുടെ ദൈവത്തെ അയാൾ ഇവർ വിശ്വസിക്കുന്നില്ല. ഇത് രണ്ടുപേരും അതിന് റെസ്പെക്റ്റ് കൊടുത്താൽ പോലും കുട്ടികളെ ഏത് ഡിസിപ്ലിൻ വളർത്തും? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ ഈ പറയുന്ന അത്ര ഈസി ഒന്നുമല്ല. മതപരമായിട്ടുള്ള കൾച്ചർ സെക്യുലർ ആയിട്ടുള്ളവർക്ക് അത് പ്രശ്നമല്ല. കാരണം അവർക്ക് ആ കുട്ടികളെ ഇന്ന രീതി വളർത്തണമെന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് വിജയകരമായി ജീവിക്കാൻ പറ്റും. ഈ മതപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കുടുംബത്തെ കൂടുതൽ പ്രബുദ്ധമാകുമോ? അതോ കൂടുതൽ ഈ മതപരമായ ഇന്റർപ്രിട്ടേഷൻസിലാണ് പ്രശ്നം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ബന്ധങ്ങൾ ഇപ്പോൾ ഈയിടെ തന്നെ ഒരു ഹൈന്ദവ ഫാമിലി എനിക്ക് കൗൺസിലിംഗ് വന്നു. അവർ കാനഡയിൽ നിന്ന് 4 പേരും കൂടെ 10 ലക്ഷം രൂപയോളം ടിക്കറ്റ് എടുത്താണ് വന്നത് എന്നെ കാണാൻ. കാരണം ഹസ്ബൻഡ് ഒരു എക്സ്ട്രാ മാറ്റർ റിലേഷൻഷിപ്പിന് പോയി 3 വർഷം. ഭാര്യ അറിഞ്ഞേയില്ല. ഈ പറയുന്ന ഓപ്പോസിറ്റ് ഡ്യൂട്ടി ഇവർ അറിയുന്നേ ഇല്ല. അങ്ങനെ അറിയാതിരുന്നപ്പോൾ ഒരു ദിവസം ഈ പ്രേമിക്കുന്ന ആളുമായിട്ട് ഭർത്താവ് തെറ്റി. ഈ പ്രേമിക്കുന്ന പെൺകുട്ടി തന്നെ വന്ന് വൈഫിനോട് മൊത്തം ഹിസ്റ്ററി അങ്ങ് പറഞ്ഞു. 6 അബോർഷൻ നടന്ന കാര്യവും, കാശ് കൊടുത്ത കാര്യവും, താമസിച്ച കാര്യവും, ഇതെല്ലാം പച്ചയായിട്ട് മൊത്തം അങ്ങ് പറഞ്ഞു. അപ്പം ഡയറക്റ്റ് ഇൻഫർമേഷനാണ്, ഇൻ്റർപ്രിട്ടേഷൻ ഒന്നും അല്ല. അതോടെ ഇവരങ്ങ് തകർന്നു. ഇവർക്ക് അങ്ങനെ അവിശ്വാസം കാണിക്കുന്ന അറിയത്തേ ഇല്ലായിരുന്നു. അവർ തകർന്നു പോയി. ആ തകർന്നു പോയപ്പോഴും ആ വൈഫ് ഇവർ രണ്ടുപേരും വേണ്ടാന്ന് പറഞ്ഞാൽ നാട്ടിൽ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം വൈഫ് എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് 2 വേണ്ട, ഞാൻ രക്ഷപ്പെടാം, ഇനി ഇത് ശരിയാകത്തില്ല, ഞാൻ രക്ഷപ്പെടാം. വൈഫ് പറഞ്ഞത്, സാറേ ഞാൻ ഈശ്വരൻ്റെ മുമ്പിൽ താലി കെട്ടിയതാണ്, അദ്ദേഹത്തിന് പശ്ചാത്താപമുണ്ട്, അദ്ദേഹം അത് ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞു. ആ ക്ഷമിക്കാമെന്ന് പറയുകയും അദ്ദേഹം അത് തയ്യാറായി. അവരത് ഞാൻ ഇവിടെ നിന്ന് തന്നെ 3rd പേഴ്സണെ വിളിച്ച് അവർ തമ്മിലുള്ള ബന്ധം ഓൾറെഡി പിണങ്ങിയിരിക്കുമായിരുന്നു. പക്ഷേ കുറച്ച് കടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതൊക്കെ അവർ സെറ്റിൽ ചെയ്തിട്ട് വൈഫ് അനുവദിച്ചു പോയി അത് സെറ്റിൽ ചെയ്യാൻ. എന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇദ്ദേഹം ഇവരിവിടെ പോയി. കഴിഞ്ഞ 1 വർഷമായിട്ട് ദേ ആർ ലീഡിങ് എ വെരി ഹാപ്പി ലൈഫ്. 2 പിള്ളേരെ വേണ്ട. അപ്പം ഞാൻ പറഞ്ഞത് ആ ഈശ്വരനുള്ള ആ വിശ്വാസമാണ്. അതെ, അത് മതപരമായിട്ടുള്ള ഒരു വ്യത്യാസമാണ്. ഈ ആഴ്ച ഞാനൊരു കേസ് ഇതുപോലെ തന്നെ കേട്ടു. നമ്മുടെ നാട്ടിൽ 2 കപ്പിൾ ഭയങ്കര ഇൻറ്റിമസി ആയിട്ട് ജീവിക്കുമായിരുന്നു. വൈഫ് എൻ്റെ ഒരു കൂട്ടുകാരി ഇങ്ങനെ മൾട്ടിപ്പിൾ റിലേഷനൊക്കെ ഇപ്പം കോമൺ ആണ്, നീ മാത്രം ഇത് എൻജോയ് ചെയ്യുന്നില്ല, അതിൻ്റെ പ്രശ്നമെല്ലാം പറഞ്ഞ് ഇയാളെ എഡ്യൂക്കേറ്റ് ചെയ്ത് 2 വർഷം കൊണ്ട് ഇവിടെ മനസ്സിനെ മാറ്റി വേറൊരു റിലേഷൻഷിപ്പിൽ കൊണ്ട് അവളെ പെടുത്തിക്കഴിഞ്ഞ് അങ്ങനെ ബന്ധം പോയി. പെട്ടെന്ന് ഹസ്ബൻഡ് ഈ നമ്പർ ശ്രദ്ധിച്ച് അദ്ദേഹം ഈ ഫോൺ കൊടുത്ത് ഇവരുടെ ചാറ്റും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ച് ഈ ബന്ധം കൺഫ്രണ്ട് ചെയ്തു. വൈഫ് സമ്മതിച്ചു. അവൻ ആത്മഹത്യ ചെയ്യാൻ പോയി. പക്ഷെ അവനൊരു ബെസ്റ്റ് ഫ്രണ്ടിനോട് ആ കാര്യം വിളിച്ച് പറഞ്ഞു. അവരതിനകത്ത് ഇൻ്റർവെൻഷൻ ചെയ്ത് ഇവരെ ഇൻ്റർവ്യൂ കൊണ്ടുവന്നു. അവിടെയും വൈഫ് പശ്ചാത്തപിച്ച് റിഗ്രറ്റ് ചെയ്ത് റീയൂണിയൻ തയ്യാറായപ്പോൾ അദ്ദേഹവും ആത്മഹത്യ കഴിഞ്ഞിട്ട്, കാരണം കുട്ടികളെ ഓർത്ത് ആത്മഹത്യ ചെയ്യാൻ വയ്യ, പക്ഷേ അയാൾ ഉറക്കമില്ല, ജോലി നഷ്ടപ്പെട്ടു, ജോലിക്ക് 1 മാസമായി പോകുന്നില്ല, എല്ലാം ഹി വാസ് ടോട്ടലി ബ്രോക്കൺ. പക്ഷേ
അത് ഈ ആഴ്ച അത് റീസെറ്റിൽ ചെയ്ത് അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ 100 കണക്കിന് കേസുകൾ എനിക്ക് ഉണ്ട്. അപ്പം ഇതൊക്കെ ആ റിലീജിയസ് ആയിട്ടുള്ള ചില ഫെയ്ത്താണ് അവരെ അതിലേക്ക് നയിച്ചത്. അപ്പം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ക്ഷമിക്കാനും പൊറുക്കാനും, കാരണം ഇത് മാനുഷികമായിട്ട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനപ്പുറം ഈശ്വരൻ്റെ സ്നേഹവും ഈശ്വരനുള്ള കമ്മിറ്റ്മെൻറ്റിലും ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ ആ ഹൃദയപൂർവ്വമായ ക്ഷമ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ പറ്റി. എൻ്റെ അടുക്ക് വന്നപ്പോഴും ക്ഷമ ചോദിച്ചെങ്കിലും കാഷ്വലായി ക്ഷമ ചോദിച്ചാൽ അവൻ അത് ഫീൽ ചെയ്തില്ല. പിന്നെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു റിയലായിട്ടത് അവൾ അതിൻ്റെ റിയൽ എക്സ്പ്രഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലായി ടച്ച് ചെയ്യുകയും അവർ തിരിച്ച് നല്ല ഫ്രണ്ട്ലി ആയിട്ട് വരികയും ചെയ്യും. കാരണം അവർ തമ്മിൽ നല്ലൊരു ബന്ധമായതുകൊണ്ട് ഒരിക്കലും എന്നെ വഞ്ചിക്കുമെന്നൊരു വിശ്വസിക്കാൻ പറ്റിയില്ല. അവൻ അങ്ങനെ ഹൈലി 100% വൈഫായിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്ക് ഒരിക്കൽ പോലും ഒരാളെ കമൻറ്റ് പോലും പറഞ്ഞിട്ടുള്ള ഒരാളല്ല. അപ്പം പുള്ളിക്ക് അത് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്ഥിരം നടക്കാറുണ്ട്. അപ്പം ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ഒരു റിലീജിയസ് ഫെയ്ത്ത് കുറച്ചൊക്കെ അത്തരം ഫൊർഗീവ്നെസ്സിനും ക്ഷമിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ കുടുംബങ്ങളിലുള്ള ഒരു സൗഹൃദം പലപ്പോഴും കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു കാലഘട്ടങ്ങളിൽ, അല്ലേ? ഉണ്ട്. അത് പൂർണ്ണമായിട്ടും ഫാമിലി ഇല്ലാതാക്കുമല്ലോ തീർച്ചയായിട്ടും, കാലക്രമേണ, ഇമ്മീഡിയറ്റ് ആയിട്ടല്ലെങ്കിലും. അതെ. അതിനൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുക? നമുക്ക് ഏത് റിലേഷൻഷിപ്പിൻ്റെയും ബേസ് പരസ്പര വിശ്വാസം. ഇപ്പം ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ നമുക്ക് ബന്ധം പോകും, ഏത് മനുഷ്യരുമായിട്ടും. അപ്പോൾ അവിടെയാണ് ഈ 1-to-1 കമ്മിറ്റ്മെൻറ്റിൻ്റെ, കാരണം എന്നെ വഞ്ചിക്കില്ലെന്നും എന്നെ അവരുടെ ഹൃദയത്തെ 1ാം സ്ഥാനം തരുമെന്നുള്ള പരസ്പര വിശ്വാസമാണ് ആ ബന്ധത്തിൻ്റെ അടിത്തറ. അപ്പോൾ ഈ ബന്ധം വളർത്തിയെടുക്കാൻ പലരും ശ്രമിക്കാറില്ല. കാരണം തന്നെ ആകത്തില്ലല്ലോ. ഇപ്പോൾ 25 വർഷം ജീവിക്കുന്ന ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ തിയററ്റിക്കലായിട്ട് മാരേജ് എന്ന് പറയുന്നത് പബ്ലിക് ലീവിങ് ആൻഡ് ക്ലീവിങ്, പരസ്യമായിട്ട് തന്നെ ഇവർ തമ്മിൽ ഭാര്യയും ഭർത്താവുമാകുന്ന എല്ലാ റിലീജിയനും പ്രഖ്യാപിക്കുക. ഇപ്പോൾ ഒരു പബ്ലിക്കായിട്ട് അവരുടെ കുടുംബത്തിന് അതുവരെയുള്ള ബന്ധങ്ങളുടെ പ്രയോറിറ്റി മാറിയിട്ട് ഈ ആളാണ് എൻ്റെ ജീവിതത്തിലെ പങ്കാളിയെന്ന് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് രണ്ടുപേരും നിശ്ചയിക്കുക, ഫംഗ്ഷൻ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അത് കൊടുക്കാമെന്ന് ആ കമ്മിറ്റ്മെൻറ്റും, ഇന്നോട്ട് ഞാൻ നിൻ്റെ കാര്യം, നിൻ്റെ വെൽഫെയറും വെൽബീയിങ്ങും ഞാൻ ഏറ്റെടുക്കുക എന്ന് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പം ഭാര്യ പിന്നെ ഭാര്യയുടെ കാര്യം നോക്കണ്ട, ഭർത്താവിൻ്റെ കാര്യം നോക്കണം. ഭർത്താവിൻ്റെ കാര്യം നോക്കുന്നത് ഭാര്യയാണ്, ഭാര്യയുടെ കാര്യം നോക്കുന്നത് ഭർത്താവ്. അത് ആ നീഡ്സ് മീറ്റ് ചെയ്യുന്നതും ആ ക്ലോസ്നെസ്സുമാണ് ഇവരെ അറ്റാച്ച് ചെയ്യുന്നത്. എൻ്റെ കാര്യത്തിൽ എന്നെക്കാളും പരിഗണന തരുന്ന ഒരാളെ കിട്ടുമ്പോൾ നമുക്ക് അവരെ ഓട്ടോമാറ്റിക്കലി സ്നേഹിക്കുക. അപ്പോൾ ആ സ്നേഹമാണ് അതിൻ്റെ ബേസ്. അതെന്തുകൊണ്ടാണ്? ഈ പരസ്പരം നീഡ്സിനെ അറിഞ്ഞു കണ്ട് ചെയ്യുന്നതാണ്. ഇത് നിറവേറ്റ് അങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഈ വിവാഹം നടന്നതുകൊണ്ട് മാത്രം ഈ പ്രയോറിറ്റി മാറുന്നില്ല. 25 വർഷം അറ്റാച്ച്ഡ് ആയ പലരെയും ഈ പ്രയോറിറ്റി മാറ്റാൻ ഈ ആഴ്ച തന്നെ എൻ്റെ ഇറമ്പി വന്ന് 2-3 പേര് പറഞ്ഞു, ആദ്യത്തെ പ്രശ്നം കല്യാണം കഴിച്ച ഉടനെ ആദ്യം പറഞ്ഞു, എനിക്ക് അങ്ങനെ നിനക്ക് ഫസ്റ്റ് പ്രയോറിറ്റി, എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ നീ എന്ന് പറഞ്ഞു. അതോടെ മറ്റേ ആൾ ഷോക്കായി. പിന്നെ ഒന്നും ചെയ്തിട്ടും, കാരണം അവർ കേട്ടത് നീ കഴിഞ്ഞുള്ള ആരുമെന്ന് കേൾക്കാനാണ് പങ്കാളി ആഗ്രഹിച്ചത്. ആ സമയത്ത് കാരണം അവരപ്പനെയും അമ്മയൊക്കെ വിട്ടിട്ട് നാടും വീടും ഒക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നപ്പം ഇയാളെങ്കിലും എനിക്ക് പരിഗണന വരുമെന്ന് വിചാരിച്ചാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള പരിഗണന നിനക്കുള്ളെന്ന് പറഞ്ഞതോടെ ഇയാൾ പെട്ടെന്ന് മനസ്സ് ഭയങ്കരമായി തകർന്നുപോയി. ആ ഒറ്റ വാക്കുണ്ടാക്കിയ ആഘാതം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പം, സാറേ ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ഒരു ഇതിരിക്കുമല്ലേ, അത് മാറി വരാൻ ചില സമയം വേണം, നിന്നോടൊന്ന് അടുത്ത് വന്ന് നിനക്കൊരു പ്രിഫറൻസ് തരാൻ സമയം വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അവർക്ക് മനസ്സിലായത് ഞാൻ ഇവരൊക്കെ കഴിഞ്ഞ് നിനക്ക് പ്രാധാന്യം തകർന്നുപോയി. ഇതപ്പം അപ്പം ആദ്യം ഈ പങ്കാളികൾക്ക് 1ാം സ്ഥാനം കൊടുക്കാൻ തയ്യാറല്ലാത്തവർ കല്യാണം കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞ. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. സത്യത്തിൽ പിള്ളേർ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി അവരെ ഒരുക്കണം. വയറ്റിൽ നിന്ന് ഒരു കുഞ്ഞ് പറന്ന് വീഴുമ്പം സത്യത്തിൽ കുഞ്ഞ് ഒരമ്മയും അപ്പനും ഇല്ലാതെ ജീവിക്കാൻ പ്രാപ്തിപ്പെടുന്ന പ്രക്രിയയല്ലേ പേരൻറ്റിങ്. അതെ, സകല ജീവജാലങ്ങളും നമ്മളില്ലാതെ ജീവിക്കാൻ അവരെ പ്രാപ്തിപ്പെടുത്തുക. പക്ഷെ നമ്മൾ വിടത്തില്ല. കാരണം പ്രത്യേകിച്ച് പണ്ട് ആണെങ്കിൽ 8-10 പിള്ളേരുണ്ടായിരുന്നപ്പോൾ ഇയാളെ അങ്ങ് വിടുമായിരുന്നു. കാരണം ഇത് കെട്ടിച്ചങ്ങ് പോകണം. ഇപ്പം ആകെ 1-2 ഉള്ളൂ. ഇതിനെ വിട്ടാൽ പിന്നെ എനിക്കാരുമില്ല. അത് പ്രത്യേകിച്ച് ചിന്തിക്കുന്നത് സ്ത്രീകളാണ്. കാരണം സ്ത്രീകൾക്ക് ആരെയും ആശ്രയിക്കാൻ വേണം.
അത് സ്വന്തം ഭർത്താവിനെ ആശ്രയിക്കാൻ പറ്റുന്ന ഫാമിലി ആണെങ്കിൽ പിന്നെ പിള്ളേരെ ആശ്രയിക്കാൻ പോകത്തില്ല. എന്നാൽ ഭർത്താവിനെ ആശ്രയിക്കാൻ പറ്റാത്ത അമ്മമാർ ആരെയും ഒരാളെ കയറി പിടിക്കും. പിന്നെ അവനെ ഒരിക്കലും വിടത്തില്ല. അപ്പോൾ അവന് വേറൊരാൾക്ക് പ്രിഫറൻസ് കൊടുക്കുന്നത് അവിടെയാണ് ഈ പ്രോബ്ലംസ് ഒക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് പേരൻസ് തന്നെയാണ് ഒരു വിധത്തിൽ ഈ അറ്റാച്ച്മെന്റ് തടസ്സം. കാരണം ഇവരുടെ ഇൻസെക്യൂരിറ്റി കൊണ്ട് ഇവൻ പോയാൽ പിന്നെ എനിക്കാരും ഇല്ലെന്നുള്ള, അതിപ്പോൾ പെൺകുട്ടികളുടെ മേലും ഉണ്ട്. ഇപ്പം പെൺകുട്ടികൾ മാത്രമുള്ള വീടുകൾ, കാരണം പെൺകുട്ടികളായി ഇപ്പം അമ്മയുടെ അച്ഛനും കുറച്ചുകൂടെ കരുതൽ ആൺപിള്ളേരെക്കാൾ കൂടുതൽ. അതുകൊണ്ട് പണ്ടത്തെ ആൺപിള്ളേരുള്ള ആശ്രയത്തിൽ ഇപ്പം ചില പെൺകുച്ചുങ്ങളോടും ഉണ്ട് പേരൻസിനെ. ഇവരെ അതുകൊണ്ട് ലീവ് ചെയ്യാൻ അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരാളോട് അടുക്കാൻ അവർക്ക് ഒരു തടസ്സം, റോഡ് ബ്ലോക്കായിട്ട് ഇത് മാറുക. ഈ ബന്ധങ്ങൾ ഇതൊരു പ്രശ്നമാണ്. അപ്പം ഇതാണ് ഒരു പുരുഷനും സ്ത്രീയും ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു കഴിവ്. കാരണം അവർ മച്ചുറാണെങ്കിൽ അവർക്ക് മറ്റൊരാളോട് പ്രയോറിറ്റി കമ്മിറ്റ്മെൻറ്റ് ചെയ്യാനുള്ള മച്യൂരിറ്റി വേണം, ആ ഇൻഡിപെൻഡൻസി വേണം. അപ്പോൾ സത്യത്തിൽ മാരേജ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ചൈൽഡ് ഇൻഡിപെൻഡൻ്റ് ആയി മാരേജ് ഒരു ഇൻ്റർഡിപ്പെൻഡൻസിയാണ്, പരസ്പര ആശ്രയത്തെ. ഈ പരസ്പര ആശ്രയത്തെ ഇപ്പം നമ്മുടെ പല പിള്ളേർ ഇൻഡിപെൻഡൻ്റ് ആയവർക്ക് കല്യാണത്തിന് ആവശ്യമില്ല. അവർ നീഡ് ഫോർ ഈച്ച് അതർ ഇല്ല, ഞാൻ സ്വാശ്രയരായിട്ട് ജീവിക്കാം. പക്ഷേ മാരേജിന് വേണ്ടി വേണ്ടത് ഒരു ഇൻ്റർഡിപ്പെൻഡൻസ്, നിന്നെ കൂടാതെ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ള പരസ്പരം രണ്ടുപേർക്കും, ഭർത്താവിനും ഭർത്താവ് ഭാര്യയെക്കുറിച്ചും ഉള്ള ഇൻ്റർഡിപ്പെൻഡൻസിയാണ് ആ ബന്ധത്തിൻ്റെ ഡെപ്ത്. ആ ഇൻ്റർഡിപ്പെൻഡൻസിക്ക് വേണ്ടിയാണ് സത്യത്തെ നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. പക്ഷേ ടു ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് ഇല്ല. അങ്ങനെ ടു ഇൻഡിപെൻഡൻ്റ് ആയി കുറച്ച് വർഷം ജീവിക്കുന്നവരാണ് പിന്നെ ഡിപ്പെൻഡൻ്റ് ആകാൻ താല്പര്യമേ ഇല്ല. അതാണ് ഇപ്പം കല്യാണം 30-35 വേണ്ടെന്ന് പറയുന്നത്. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിച്ച് ഇനി ഒരു ഡിപ്പെൻഡൻസിക്ക് അവർക്ക് താല്പര്യം ഡിപ്പെൻഡൻസിയുമല്ല ഇൻഡിപെൻഡൻസിയുമല്ല, ഇൻ്റർഡിപ്പെൻഡൻ്റ് ആണ്. മനുഷ്യകുലത്തിൻ്റെ ജന്മം തന്നെ ആ ഇൻ്റർഡിപ്പെൻഡൻസിയാണ്. നിന്നെ കൂടാതെ എനിക്ക് സർവൈവൽ ഇല്ലെന്നുള്ള മനുഷ്യനോടുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്വമാണ് ഈ സത്യത്തിൽ ഫാമിലി ലൈഫ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് ലാർജർ സമൂഹത്തിൽ മറ്റു സമൂഹത്തോടും നമുക്ക് മറ്റു മനുഷ്യരോടും വേണം. നിങ്ങളൊക്കെ എനിക്ക് വേണം, എൻ്റെ സർവൈവൽ ഞാൻ ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല. സോ നമ്മളെല്ലാം പരസ്പരം ആശ്രിതരാണ്. അല്ലാതെ ടു ഇൻഡിപെൻഡൻസി എന്ന് പറയുന്നത് മനുഷ്യകുലത്തിൻ്റെ നേച്ചറേ അല്ല. അങ്ങനെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ആർക്കും ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോകമല്ല. കാരണം അല്ലേ, നമ്മൾ ഇട്ടേക്കുന്ന ഡ്രസ്സ്, നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഭക്ഷണം, എത്രയോ പേര് അധ്വാനിച്ചാൽ നമുക്ക് ഭക്ഷണം തന്നെ അല്ലേ, നമ്മുടെ മുഴുവൻ എക്സിസ്റ്റൻസും വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്താൽ അല്ല, നമുക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഈ സത്യം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ നമ്മുടെ സൈക്കോളജിക്കലി ആ ഇന്റർഡിപ്പെൻഡൻസി നേച്ചറിന് വേണ്ടി ഡെവലപ്പ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ടു ഇൻഡിപെൻഡൻറ്റ് വേണ്ട, ടു ഡിപ്പെൻഡൻറ്റ് വേണ്ട. ഒരാൾക്ക് ഭാരമാകുന്ന ഡിപ്പെൻഡൻസിയും ഒരാളെ ആവശ്യമില്ലെന്ന് തോന്നുന്ന ഇൻഡിപെൻഡൻസി ആരോഗ്യകരമല്ല. ഇതിനിടയ്ക്ക് നിന്നെ എനിക്ക് ആവശ്യമുണ്ട് എന്ന ആ പരസ്പര ആശ്രയത്വമാണ് ഒരു ഹെൽത്തി ഹ്യൂമൻ നേച്ചറിൻ്റെ വേണ്ടത്. ഇതുണ്ടാക്കുന്ന ഒരു നല്ല സ്ഥലമാണ് കുടുംബം. കാരണം എല്ലാവരും അങ്ങോട്ട് ഒരു കുഞ്ഞ് തന്നെ സർവൈവ് ചെയ്യുന്ന ഒരു അമ്മയുണ്ടായിട്ടാ അച്ഛനുണ്ടായിട്ടാ ആരെങ്കിലും നോക്കാൻ ഉണ്ടായിട്ടാ, ശരിയല്ലേ? അപ്പം മറ്റൊരാളില്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാനേ പറ്റില്ല. മറ്റ് ജീവജാലമാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് പറ്റും. ഒരു മനുഷ്യ ശിശു ഡെവലപ്പ് ചെയ്യണമെങ്കിൽ 10-25 വർഷം പിടിവെക്കും. അത്രയും വർഷം എത്രയോ പേരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് ആ കുട്ടിയുടെ വളർച്ച, ശരിയല്ലേ? തീർച്ചയായിട്ടും. ഈ വിവാഹം എന്ന് പറയുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ പറഞ്ഞ പോലെ പ്രീ മാരേജ് കൗൺസിലിംഗ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റുകളൊക്കെ ഉണ്ട്. ശരിക്കും അത് ഗുണകരമാണോ? തീർച്ചയായിട്ടും ഗുണകരമാണ്. കാരണം ഒന്ന്, ഈ പ്രീമാറ്റർ പ്രിപ്പറേഷനും പ്രീമാറ്റർ കൗൺസിലിംഗും രണ്ടാണ്. നമ്മൾ പ്രീമാറ്റർ പ്രിപ്പറേഷൻ മുമ്പേ പറഞ്ഞ പോലെ ഓരോ സ്റ്റേജിലും ഒരു വ്യക്തിയുടെ വികസനത്തിന് ആവശ്യമായ ഇൻഡിപെൻഡൻസി, ലീഡർഷിപ്പ് സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഇതൊക്കെ നമ്മൾ, കാരണം ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്കില്ല്, ഇത് മോസ്റ്റ് ഇൻറ്റിമേറ്റ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പാണല്ലോ മാരേജ്. അപ്പോൾ അതിനുവേണ്ടി ഇവർ വിവാഹപൂർവ്വമായിട്ട് തന്നെ വ്യക്തിബന്ധങ്ങൾ വേണം. ചിലർക്കാണെങ്കിൽ മനുഷ്യരെ വേണ്ട. ഇപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ട്, അതിന് ആരോടും വളർന്നില്ല, ആരോടും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കുട്ടിക്ക് ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിന് പ്രാപ്തരല്ല. അപ്പോൾ അവരുടെ വ്യക്തിത്വത്തിൽ എന്ത് ചെയ്യണം, മറ്റൊരാളുമായിട്ട് ജീവിക്കാനുള്ള അതിനകത്ത് ഒത്തിരി കഴിവുകൾ വേണ്ടായോ. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, വിശ്വസിക്കാനുള്ള കഴിവ് വേണം, പ്രശ്നങ്ങളുണ്ടായി തീർക്കാനുള്ള കഴിവുകൾ വേണം. ഇങ്ങനെയുള്ള ഒത്തിരി കഴിവുണ്ടെങ്കിൽ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പരിശീലനം നമ്മൾ വീടുകളിൽ കിടക്കണം. അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസി, മച്യൂരിറ്റി. ഇപ്പം മച്യൂരിറ്റി ഫോർ മാരേജ് തന്നെ ഒത്തിരിയും വേണം, അല്ലേ? ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ അതാത് സമയത്തെ പരിശീലനങ്ങൾ കഴിയും. ഇതൊന്നും കല്യാണത്തിന് ഒരാഴ്ച മുമ്പേ ഒരു പ്രീമാറ്റർ
കൗൺസിലിംഗ് ചെയ്തുകൊണ്ടൊന്നും ഇത് മാറത്തില്ല. തന്നെയല്ല, ഈ ചൈൽഡ്ഹുഡിലൊക്കെ ഉണ്ടായ ഒത്തിരി ട്രോമാസും എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. ഇതാണ് പ്രീമാറ്റർ കൗൺസിലിങ്ങിന് പോകേണ്ടത്. ചില കല്യാണം എല്ലാത്തിനും സൊല്യൂഷൻ. കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശ്നവും മാറും. ഒരു പ്രശ്നവും കല്യാണം കൊണ്ട് മാറത്തില്ല. അപ്പം കല്യാണം പ്രശ്നം മാറ്റാനുള്ള ഒരു വേദിയല്ല, മറിച്ച് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിച്ചിട്ട് വേണം വിവാഹത്തിലേക്ക് കയറാൻ. ഇപ്പോൾ ഒരു ഉഴപ്പനെ ഉത്തരവാദിത്തമുള്ളവനാക്കാൻ നോക്കുക, കല്യാണം കഴിച്ചുകൊണ്ട് ഒരു ഉത്തരവാദിത്തമാകും. അപ്പോൾ ആരോട് ഒത്തുപോകാത്ത ഒരുത്തനെ കല്യാണം കഴിച്ചുകൊണ്ട് ഒത്തുപോകാൻ പഠിപ്പിക്കാൻ പറ്റും. ഇപ്പോൾ 25 വർഷം ഇല്ലാത്ത ഒരു സ്കില്ലൊന്നും ഒരു വർഷം കൊണ്ടോ ഒരു ചെറിയ ഇതുകൊണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അപ്പം വിവാഹം കഴിക്കണമെങ്കിൽ എക്കണോമിക്കൽ സ്വാശ്രയത്വം, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഒത്തിരി സ്കില്ലുണ്ടെങ്കിലേ ഒരാൾക്ക് ഒരു കുടുംബജീവിതം കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. ഈ സ്കില്ലുകളിൽ എവിടെയും പ്രശ്നമുണ്ടോ? അതുപോലെ തന്നെ ഇവരുടെ മനസ്സിൽ വികലമായ എന്തെങ്കിലും കാഴ്ചപ്പാടുകളുണ്ടോ? ട്രോമാസ് കൊച്ചിലേത് വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ എന്ത് ചെയ്യും വെച്ചാൽ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം കണക്കുകൾ കാണിക്കുന്നത് ഏകദേശം 2-ൽ 1 എന്തെങ്കിലും സെക്ഷൽ അബ്യൂസ് ലൈഫിലുണ്ടായിട്ടുണ്ട്. 49%, 51%. അത് പെൺകുട്ടികളെക്കാളും 1% കൂടുതൽ കേരളത്തെ ആൺപിള്ളേരാണ് അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊന്നും നമ്മുടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഈ അബ്യൂസുകൾ ലോങ് ടൈമിൽ ഒത്തിരി പേഴ്സണാലിറ്റി ഇഷ്യൂ ഉണ്ടാക്കും, സെക്ഷൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കും. ഇതൊന്നും നമ്മൾ ഒരിക്കലും മറച്ചു വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യത്തില്ല. അവസാനം എന്തേ കല്യാണത്തിലേക്ക് പോകുമ്പം അവർക്ക് ആദ്യത്തെ ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് തന്നെ ഭയമാണ് ഉണ്ടാക്കിയത്. അപ്പം ഗിൽറ്റ് അവളവാക്കി, അല്ലെങ്കിൽ ഷെയിം അവളവാക്കി. അപ്പോൾ ഇവർക്ക് സെക്ഷുവാലിറ്റിയോട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ല, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് വിവാഹത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ വരുന്ന പാർട്ട്ണർ അതിൻ്റെ വിക്ടിം ആകും. ശരിയല്ലേ? ആളെ സ്നേഹിക്കാൻ ചെല്ലുമ്പോൾ ആൾ ഭയം വരുന്നു, വിറയ്ക്കുന്നു, പാനിക്കാകുന്നു. കാരണം അന്നത്തെ ഉണ്ടായ റിപ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഹീൽ ചെയ്തിട്ട് വേണം ഫാമിലി ലൈഫിലേക്ക് കയറാൻ. അല്ലെങ്കിൽ ഒരാളെ പ്രേമിച്ചു, ആൾ ചതിച്ചിട്ട് പോയി, എന്നിട്ട് ഇനി ഒരിക്കലും വിശ്വസിക്കത്തില്ല, ആരോടും അടുക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഫാമിലി ലൈഫിലേക്ക് കയറി അങ്ങനെ ചെയ്യും. കാരണം അവരാരെയും വിശ്വസിക്കത്തില്ല, വിശ്വാസമില്ലാതൊരു ബന്ധമേ വളരത്തില്ല. അപ്പൊ ഇതുപോലുള്ള ഒത്തിരി വികലമായ അനുഭവങ്ങൾ നമുക്കുണ്ടാക്കുന്ന വികലമായ ധാരണകളും വിശ്വാസങ്ങളും ഉണ്ട്. ഇതെല്ലാം മാറ്റിയെടുക്കാതെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചാൽ എന്താ പറ്റും? അതുപോലെ തന്നെ വികലമായ ഫാമിലികളിൽ ജനിക്കുന്നവരുണ്ട്. ഇവിടെ ഒരു ഹസ്ബൻഡും വൈഫും പ്രശ്നം കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പഠിച്ചപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് പഠിച്ചു. അപ്പം ഭർത്താവ് ഒരു അമ്മമാർ ഭരിക്കുന്ന വീട്ടിൽ നിന്ന് വന്ന അപ്പനൊരു മജിസ്ട്രേറ്റ് ആയിരുന്നു. പക്ഷേ വീട്ടിലെ മജിസ്ട്രേറ്റ് അമ്മയായിരുന്നു. അമ്മയും കാര്യസ്ഥരും കൂടെ ആ വീട് മാനേജ് ചെയ്യുന്നത്. കാരണം അത്തരം മരുമക്കത്തായും ആ കൾച്ചർ നിൽക്കുന്ന ഫാമിലിയിൽ നിന്ന് വന്ന. അപ്പോൾ അവിടുന്ന് വന്നുകൊണ്ട് അവൻ്റെ മനസ്സിൽ ഭാര്യയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മയെപ്പോലെ വീട് നയിക്കുന്ന, അവിടെ അപ്പം വന്ന് ചാരികസര ഇരിക്കുമല്ല, അത് വീട്ടിലെ ഒരു കാര്യവും നോക്കത്തില്ല. അതിന് പുള്ളിക്ക് അവിടെ പവറും ഇല്ല. അമ്മയുടെ വീട്ടിലാണ് താമസിക്കുന്നത്, അമ്മയുടെ സ്വത്തിലാണ് താമസിക്കുന്നത്. ആ ദേവി ഇവിടെ വളർന്നു വന്ന ഒരു മകന് കുടുംബജീവിതത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താ? അതേ കൾച്ചറിൽ ഒരു ആറ്റിനിക്കരയാണ് വൈഫിൻ്റെ വീട്. പക്ഷേ അത് വേറൊരു മിക്സഡ് മതങ്ങളെല്ലാം കൂടെ താമസിക്കുന്ന ഒരു സ്ഥലത്തെ പാട്രിയാർക്കൽ അപ്പൻ നേതൃത്വം നൽകുന്ന കുടുംബത്തിലെ മകളാണ്. രണ്ടുപേരും ഒരു ജാതിക്കാരാണ്, പക്ഷേ ആറ്റിനക്കര ഇക്കരയാണ്. പക്ഷേ ആകെയുള്ള വ്യത്യാസം ഈ താമസിക്കുന്ന കൾച്ചറിനകത്ത് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ അതേ ജാതിയുള്ള ഒരാൾ, അതേ മതത്തിലുള്ള ഒരാൾ, പക്ഷേ പാട്രിയാർക്കൽ കൺസെപ്റ്റുള്ള ഫാമിലിയിൽ നിന്ന് വന്നു. അപ്പോൾ അവരുടെ മനസ്സിലെന്തോ ഒരു ഭർത്താവിനെ കുറിച്ചുള്ളത്, ഹീ ഷുഡ് ബി എ പ്രൊട്ടക്ടർ, ഹീ ഷുഡ് ബി എ ലീഡർ, അവനെ ചാരി ജീവിക്കാനാണ് വരുന്നത്. ഈ അവൻ വന്നേക്കുന്നത് എന്തുവാ? അവളെ ചാരി ജീവിക്കാനാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വെച്ചപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഞാൻ ഇവരുടെ ഹിസ്റ്ററി പഠിച്ചപ്പോഴും ഇവർ താമസിക്കുന്ന സ്ഥലം പഠിച്ചപ്പോഴുമാണ് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിത്വം ഫോം ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായി. ഇത് അവർക്ക് അവെയർ ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഈ കോൺഫ്ലിക്റ്റ് ഓഫ് റോൾസിനെ കുറിച്ചുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. ഇതപ്പം രണ്ടുപേരെയും പ്രതീക്ഷയുള്ള പങ്കാളിയാക്കി മറ്റേ ആളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുക. ഇതാണ് പ്രശ്നത്തിന് കാരണം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഞങ്ങൾ എന്തുകൊണ്ട് വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തകളൊക്കെ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ രണ്ട് ആളുകൾ വിവാഹം കഴിക്കുമ്പോൾ അവരുടെ തമ്മിലുള്ള ഏജ് ഡിഫറൻസ് എത്രമാത്രം പ്രാധാന്യമുണ്ട്? കുറച്ച് പ്രാധാന്യമുണ്ട്. കാരണം പെൺകുട്ടികളെ ഏർലി ആയിട്ട് മച്ചുറാകും. ഒരു 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയും 18 വയസ്സുള്ള പയ്യനെയും കണ്ടാൽ കാഴ്ചയിൽ തന്നെ വ്യത്യാസമുണ്ട്. കാരണം ഏർലി ആയിട്ട് പെൺകുട്ടികൾ ഇപ്പം 10 വയസ്സിലൊക്കെ സെക്കൻഡറി സെക്ഷൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു. അപ്പോൾ ആൺകുട്ടികൾ കുറച്ചുകൂടെ ലേറ്റായിട്ടാണ് അവരുടെ
മച്ചുറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് മിഡിൽ ഏജ് ഒക്കെ വരുമ്പോൾ ഇവരെ ഗ്യാപ്പ് നല്ലപോലെ തോന്നും. ഇപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരു പുരുഷനെ 50 വയസ്സുള്ള സ്ത്രീയെ ഒറ്റ നോക്കത്തിൽ തന്നെ എക്സെപ്ഷൻസ് ഉണ്ട്. ജനറലി സ്പീക്കിംഗ് ദർ ഈസ് എ ഫിസിക്കൽ ഡിഫറൻസ്, ഏജിങ്ങിന്റെ വ്യത്യാസം. ഈ വ്യത്യാസമൊക്കെ പിന്നീട് അവരിൽ എന്ത് ഉണ്ടാക്കും, ചിലപ്പോൾ സൈക്കോളജിക്കൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കും. ഇതുകൊണ്ടാണ് എല്ലാ കേസുകളിലും അങ്ങനെ ആവണമെന്നില്ല. ബോഡിലി അങ്ങനെ സ്ട്രക്ചർ ഇല്ലാത്ത ഒരു 50 പ്രായം തോന്നാത്ത സ്ത്രീകളും ഉണ്ട്. ഞാൻ പറഞ്ഞ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കല്യാണം കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ജനറലി സ്പീക്കിംഗ് പൊതുവേ പുരുഷന്മാർ ലേറ്റായിട്ട് മച്ചുറാകുന്നു. 22 വയസ്സുള്ള ഒരു പയ്യനെയും 22 വയസ്സുള്ള ഒരു സ്ത്രീയും കണ്ടാൽ കാഴ്ചയിൽ തന്നെ വ്യത്യാസമുണ്ട്. കാരണം അവന് ആ പൗരുഷ ലക്ഷണങ്ങൾ വരുന്നതേ ഉള്ളൂ. സ്ത്രീ അപ്പോഴത്തേക്ക് നല്ല ഫുള്ളി മച്ചുറായ ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ലുക്കിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഇതുകൊണ്ടാണ് ഈ മിഡിൽ ഏജ് വരുമ്പോൾ ആ ഗ്യാപ്പ് കുറയ്ക്കാനാണ് ഏജ് വ്യത്യാസം വരുന്നത്. എന്നാൽ ഇതില്ലാത്ത എക്സെപ്ഷണൽ ആൾക്കാരുണ്ട്. ലേറ്റായിട്ട് ഇതാകുന്ന സ്ത്രീകളും ഉണ്ട്. അങ്ങനെ അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ അവരുടെ ബോഡി സ്ട്രക്ചറൊക്കെ അങ്ങനെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ അല്ലാത്ത ജനറൽ കേസുകൾ ഒരു 3-4 വർഷത്തിൻ്റെ ഗ്യാപ്പ് നിന്നാൽ ഒരേ ഏജ് ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ ആ ഏർലി ആയിട്ട് ഈ മെനോപോസ് തുടങ്ങുന്ന ഒരു 50 ആകുമ്പോൾ സ്ത്രീകൾ മിക്കവർക്കും മെനോപോസ് വരുമ്പോൾ 50 വയസ്സുള്ള പുരുഷന്മാരും മിക്കവാറും യങ് ലുക്കിൽ തന്നെ നിൽക്കും. ആ സമയത്താണ് ആ ഗ്യാപ്പ് കൂടുതൽ ഫീൽ. ഈ ദമ്പതികൾ പരസ്പരം ഒരുമിച്ച് ജീവിക്കുന്നവരെ ചിലപ്പം എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാറില്ലല്ലോ. അത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും? അത് ഈ വ്യക്തിത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഷെയർ ചെയ്യാൻ. കാരണം ഞാൻ പണ്ടിട്ട ഏറ്റവും നല്ല ബന്ധത്തിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം പറയാൻ പറ്റുന്നൊരു ബന്ധമാണ്. എന്നാ ഇപ്പം ഫാക്ച്വൽ ഷെയറിങ്ങിന് വലിയ അടുപ്പമൊന്നും വേണ്ട. ഇപ്പം പേര് പറയാം, കാര്യം പറയാം, ഫാക്ട്സ് പറയാം. കുറച്ചുകൂടെ ക്ലോസ് ആണ് നമ്മൾ ഇമോഷൻ ഷെയർ ചെയ്യുന്നവരാ ക്ലോസ് ഉള്ള ഹൃദയവും തമ്മിലുള്ള ബന്ധം ഇമോഷൻ ഷെയർ ചെയ്യുമ്പോഴും. ഇമോഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഇമോഷനെ വാല്യൂ ചെയ്യുകയും നമ്മളൊരു ഇമോഷൻ ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചാണ് പറയുന്നത് അല്ലേ. ആ ഡിസൈറബിൾ റെസ്പോൺസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരോട് വീണ്ടും പറയും. അപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ കഴിയണം. പ്രത്യേകിച്ച് വെർബലി മാത്രമല്ല, വികാരം മുഴുവൻ നമുക്ക് അതിൻ്റെ വാക്കുകൾ കൂടെ പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഭാവങ്ങളും ടോണും അല്ലേ. എന്താ എങ്ങനെ പോകുന്നു, കുഴപ്പമില്ല പോകുന്നു, അതെ പോന്നെന്നാ പറഞ്ഞത്. പക്ഷെ ആ നീട്ടിനകത്തോണ്ട് പോകുന്നില്ലെന്നാണ്. അപ്പൊ ആ പോകുന്നില്ലെന്നുള്ളത് ഈയിടെ ആരോട് പറഞ്ഞു, സ്നേഹം എന്ന് പറഞ്ഞാൽ പറയാതറിയാനുള്ള കഴിവാണ് അല്ലേ. ഇപ്പൊ നല്ല സ്നേഹമുള്ളവർ കൈവീശി കണ്ടാൽ തന്നെ പോയ കാര്യം നടന്നോന്ന് ചോദിക്കണ്ട. അല്ല ഏത് മൂടാന്ന് ശരീരഭാഷ തന്നെ പറയും, ടോൺ തന്നെ പറയും, ഫേഷ്യൽ എക്സ്പ്രഷൻ തന്നെ പറയും. അപ്പം ശരീരം സംസാരിക്കുന്നുണ്ട്. ഈ ശരീരം സംസാരിക്കുന്ന ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവാണ് നമുക്ക് ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവ്. എല്ലാം ഒന്നും വാക്കുകൾ കൊണ്ട് പറയത്തില്ല. ഇപ്പം വാക്കുകൾ പറയാത്ത കാര്യം ശരീരഭാഷയിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള കഴിവാണ് ഒരാളെ മനസ്സിലാക്കാനുള്ള കഴിവ് അല്ലേ. അപ്പോൾ അത് ആ കഴിവ് വളർത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുകയും പറയുന്ന വികാരങ്ങൾ ഒന്ന് നമ്മൾ പങ്കുവെക്കുന്ന കാര്യത്തെ കൊച്ചാക്കരുത്, അത് ശിക്ഷിക്കാൻ ഉപയോഗിക്കരുത്, പിന്നെ തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ പോയി എല്ലാ കാര്യവും പറയുന്നത്. ഇപ്പം നമ്മൾ ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്ന കാര്യം അല്ല ബെസ്റ്റ് ഫ്രണ്ടിനോട് പറയുന്നത്. ബെസ്റ്റ് ഫ്രണ്ടിനോട് ചില കാര്യം പറഞ്ഞിട്ട് പറയും, എടാ മറ്റാരും അറിയരുത് എന്ന് പറഞ്ഞാൽ അവൻ പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഏത് അബദ്ധവും കുറവും പരാജയവും പോലും തുറന്നു പറയാം. അത് പറഞ്ഞാലും അവൻ എൻ്റെ കൂടെ നിൽക്കും, തെറ്റിദ്ധരിക്കത്തില്ല, മറ്റൊരാളോട് പറയത്തില്ല, കൂടെ നിൽക്കും. ഈ വിശ്വാസമാണ്. അപ്പോൾ അത്രയ്ക്കൊരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടിനേക്കാളും വല്ല ക്ലോസായി നമ്മുടെ പങ്കാളി മാറിയാൽ അത്രയ്ക്ക് ഇൻറ്റിമസി അവർ തമ്മിൽ അല്ലേ. എനിക്കെന്തും പോയി പറയാം, എൻ്റെ കുറവും പരാജയവും. ഇപ്പം എനിക്കൊരു കാര്യം നഷ്ടപ്പെട്ടാൽ എൻ്റെ വൈഫിനോട് ചെന്ന് പറഞ്ഞാൽ സാരമില്ല, വിഷമിക്കാതെ ഏതായാലും പോയി, ഇനി നിങ്ങൾ വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ചെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് എല്ലാം കളഞ്ഞു കുളിക്കുക, നിങ്ങൾക്ക് അല്ലെങ്കിൽ ശ്രദ്ധയില്ല എന്ന് പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ എനിക്ക് താക്കോല് പോയാൽ താക്കോല് 3000 രൂപയ്ക്ക് വാങ്ങിക്കാം. പക്ഷേ ഈ കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് 3000 രൂപയെക്കാളും വിലയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പറയണ്ടെന്ന് വെക്കും. അപ്പം നല്ലൊരു കുടുംബത്തിൻ്റെ ലക്ഷണം ഏത് അബദ്ധവും കുറവും ചെന്ന് പറയാൻ പറ്റുന്ന ബന്ധമുണ്ടെങ്കിൽ അത്രയ്ക്ക് ക്ലോസ് ആവര്. അതേസമയം പറഞ്ഞാൽ എങ്ങനെ ആകുമെന്നൊരു ആശങ്കയുണ്ടെങ്കിൽ ആ ബന്ധത്തിന്റെ ക്വാളിറ്റികളുടെ കുറവാണ്. അല്ലേ, സത്യം. പരാജയവും കുറവും നഷ്ടവും പോയി പറയാൻ പറ്റുന്ന അത്ര തുറന്നൊരു ബന്ധം, അതാണ് നല്ലൊരു ക്വാളിറ്റി ബന്ധത്തിന്റെ അവസ്ഥ. ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് വിവാഹത്തിന് മുമ്പേ ഉള്ള ട്രാൻസ്പെറൻസി ഇപ്പം നമ്മുടെ നാട്ടിൽ ഒത്തിരി ഉണ്ട്. പഴയ കാര്യങ്ങൾ പറയുക,
ഇത് പലപ്പോഴും ഞാൻ ഫാമിലി കൗൺസിലർ എന്നുള്ളത് പിന്നീട് ധാരാളം പ്രശ്നങ്ങൾ വിളിച്ചു വരുത്തുക. ഈ പ്രേമിച്ചിരിക്കുമ്പോൾ ഇതൊന്നും കണ്ണടച്ച് കളയും. പക്ഷേ 25 വർഷം കഴിഞ്ഞ് ഇന്നാരോടെ ജീവിച്ച, ഇന്നത് ചെയ്താ, ഇന്നത് പോയതാ എന്നൊക്കെ പറയുന്നത് പിന്നീട് ഇവർ തമ്മിൽ ബന്ധത്തിൻ്റെ ഊഷ്മളത കുറയുന്ന സമയത്ത് ഇത് തിരിച്ചു ചിലപ്പം മാത്രമല്ല ഈ ആളിനുള്ള മനോഭാവത്തെ അത് ബാധിക്കും, ബന്ധത്തെ ബാധിക്കും, അയാളുടെ ക്യാരക്ടറിനെ കുറിച്ചുള്ള നെഗറ്റീവായിട്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും വിവാഹപൂർവ്വ കൗൺസിലിംഗ് പറയും, ദൈവത്തെ ഓർത്ത് ഈ പഴയ കാര്യങ്ങൾ പറയരുത്. നിങ്ങൾ തന്നെ നിങ്ങൾ വിവാഹം കഴിഞ്ഞുള്ള കാര്യത്തിൽ കഴിയുന്നതും ട്രാൻസ്പെറൻ്റ് ആവുക, വിവാഹത്തിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ ട്രാൻസ്പെറൻ്റ് ആകാതിരിക്കുക. അതുപോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ ഈ മറ്റേ ആളിൻ്റെ പേഴ്സണാലിറ്റി വളരെ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ട് വിവാഹ ശേഷമുള്ള കാര്യങ്ങൾ പോലും, ഇപ്പോൾ ഒരു മദ്യപിക്കുന്ന ഒരാളോട് പോയ വഴിക്ക് ഒരാൾ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ ബാഡ് ടച്ച് ചെയ്തു, ചെന്ന് പറഞ്ഞ വാക്കത്തി എടുത്തോണ്ട് അവനെ കൊല്ലാൻ പോകുന്ന ഒരാളാണെങ്കിൽ പറച്ചിൽ കൊണ്ട് ഗുണം ഇല്ല. അപ്പോൾ ഈ ആൾ പക്വമായിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ചിലപ്പം ട്രാൻസ്പെറൻ്റ് ആകുന്നത് ഗുണത്തെക്കാളേറെ വലിയ ദോഷമാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരൻ്റെ വ്യക്തിത്വവും പക്വതയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ട്രാൻസ്പെറൻ്റ് ആകാൻ. വിവാഹപൂർവ്വ കാര്യങ്ങൾ കഴിവതും ട്രാൻസ്പെറൻ്റ് ആകാതിരിക്കുന്നതാണ് നല്ലത്. ചില എക്സെപ്ഷൻ കേസുകൾ അവർ വളരെ ബ്രോഡായിട്ട് എടുക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ ജനറലി ഇത്തരം നിർദ്ദേശങ്ങൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ഉണ്ടാക്കും. ഭാവി വിവാഹ പ്രശ്നത്തിനുള്ള ഒരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഷെയറിങ് പലതും ചെയ്ത്. ശരിക്കും ഈ നമ്മുടെ ഈ ജോയിൻറ്റ് ഫാമിലിയുടെ ഒരു പ്രത്യേകത, ഇപ്പം ഒരു ഓണമോ ക്രിസ്മസോ അല്ലേ, വിഷുവോ അല്ലെങ്കിൽ ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ഒത്തിരി അല്ല, ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരുമിച്ച് വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ ഫാമിലി, ഇപ്പം ഭാര്യയും ഭർത്താവും തന്നെ താമസിക്കുമ്പോൾ മൂന്നാമതൊരാളുടെ കടന്നുകയറ്റം പലപ്പോഴും ആ ഒരു ബന്ധത്തെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവർ ഈ ന്യൂക്ലിയർ ഫാമിലി അങ്ങനെ ഒരു പരിശീലനമില്ല. അങ്ങനെ ഇപ്പം അവരുടെ കുടുംബ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനും അപ്പയും അമ്മയും ഞങ്ങളും മാത്രമുള്ള ചെറിയ ലോകമാണ്. കാരണം അവരെ ഈ കൂടുതലും പ്രത്യേകിച്ച് ഈ വിദേശത്തൊക്കെ താമസിക്കുന്ന കുട്ടികളൊക്കെ അവരെ മറ്റാരെയും കണ്ടിട്ടില്ല. വർഷത്തിൽ ഒരിക്കലെങ്ങാനും ഒന്ന് വിരുന്ന് വന്ന് ജസ്റ്റ് കയറി ഇറങ്ങിപ്പോകുന്ന വീടുകളാണ്. മറ്റേ ഈവൻ സ്വന്തം കുടുംബാംഗങ്ങൾ പോലും, അച്ഛൻ്റെ അനിയനോ പെങ്ങളോ ഇവർ പോലും അവർക്കൊരു വലിയ ആക്സസ് ഉള്ള ആളുകളല്ല. അപ്പം അതേസമയം പണ്ടിവിടെ വളർന്നവരങ്ങനല്ല. അവർക്ക് ഇപ്പം എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പിതാവിന് ഞങ്ങൾ 9 പേരാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ബ്രദേഴ്സൊക്കെ തൊട്ടടുത്താണ് താമസിക്കുന്നത്. അച്ഛൻ്റെ പെങ്ങന്മാരും വളരെ അസോസിയേറ്റ് ചെയ്തു. അപ്പം എൻ്റെ സ്വന്തം ബ്രദറും എൻ്റെ കസിൻ ബ്രദറും തമ്മിൽ എനിക്ക് വലിയ അകലമില്ല. കാരണം ഞങ്ങളെന്ന് ഒന്നിച്ച് കളിക്കുകയോ ഒന്നിച്ച് കഴിക്കുകയോ, ഒന്ന് ഇവിടുന്ന് കഴിക്കുന്നു അല്ലെങ്കിൽ അവിടുന്ന് കഴിക്കുന്നു, ഒന്ന് ഈ വീട്ടിൽ കിടക്കുന്നു അല്ലെങ്കിൽ ആ വീട്ടിൽ കിടന്നു, അങ്ങനെ വളർന്ന. അപ്പം ഞങ്ങൾ തമ്മിൽ സ്വന്തം സിബ്ലിങ്ങും കസിൻ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറച്ചാണ്. കാരണം ഒരുപോലെ തന്നെയാണ് കരുത്. പക്ഷേ ന്യൂക്ലിയർ ഫാമിലി വളർന്നവർക്ക് ഒരിക്കലും അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം അവരങ്ങനെ സഹകരിച്ചിട്ടും ഒന്നും ഇല്ല, വല്ലപ്പോഴും കാണുന്ന ഒരാളുകൾ. അപ്പം ഈ ഒരു വലിയ ഡിസ്റ്റൻസ് തമ്മിൽ ഈ ബന്ധങ്ങളിലുണ്ട്. അപ്പം ഫാമിലി എന്നുള്ളത് വളരെ ചുരുങ്ങി, കോൺസെപ്റ്റ് തന്നെ വളരെ വളരെ ചുരുങ്ങി. മറ്റേന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ 4 തലമുറയുള്ള ആളുകളുമായിട്ട് ബന്ധമുണ്ട്. എൻ്റെ 4th ജനറേഷൻ കസിൻസുമായിട്ട് വരെ ഐ സ്റ്റിൽ കീപ്പ് റിലേഷൻഷിപ്പ്. മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും വിസിറ്റ് ചെയ്യുകയും പ്രധാന ഫങ്ഷൻസിലൊക്കെ കൂടും. അതേസമയം എൻ്റെ മക്കളുടെ കാലം വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് കസിൻസ് മാത്രമാണ് ബന്ധം, അതിനപ്പുറമുള്ളവരുമായിട്ട് വലിയ ബന്ധമില്ല. ഇതാണ് 2 തലമുറ തമ്മിലുള്ള വ്യത്യാസം. ഈ ന്യൂക്ലിയർ ഫാമിലി ഫോർ എക്സാമ്പിൾ ഭാര്യയും ഭർത്താവും തന്നെ താമസിക്കുന്ന ഒരു കേസ് കൂടുതലും ഈ സെപ്പറേഷനിലേക്ക് പോകാറുണ്ടോ? അങ്ങനത്തെ കൂടുതലാണോ അതോ കുറവാണോ? അത് നല്ല സത്യത്തിൽ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ മറ്റേ ജോയിൻറ്റ് ഫാമിലിയിൽ ഈ വ്യക്തിബന്ധങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഇൻറ്റിമസി വളരെ കുറവായിരുന്നു. കാരണം പ്രൈവസി ഇല്ലായിരുന്നു. പ്രൈവസി ഇല്ല, എല്ലാത്തിനകത്ത് ഇടപെടും. ജോയിൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസാണ്. ഈ ന്യൂക്ലിയർ ഫാമിലി ഗുണമെന്ന് പറഞ്ഞാൽ ഇവരെ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ക്ലോസ് ആയി. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ലാർജർ ഫാമിലി കോൺസെപ്റ്റ് കുറഞ്ഞു, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു. ഇതിന് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്നു പോകുന്നതാണ് സത്യത ഹെൽത്തി. അപ്പം മറ്റുള്ളവരും വേണം, പക്ഷേ നമ്മുടെ ന്യൂക്ലിയർ ഫാമിലിയുടെ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ വേണം. പ്രത്യേകിച്ച് ഒന്നിച്ച് താമസിക്കുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ജോയിൻറ്റ് ഫാമിലി വളർന്നവർക്ക് ഇൻഡിവിജ്വൽ വ്യക്തിയുടെ ഫ്രീഡമോ വെൽബീയിങ്ങോ വെൽഫെയറോ ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. എല്ലാവരും കൂടെ കളക്റ്റീവ് ഡിസിഷനാണ്. ഇവിടെ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിശീലനമില്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു
വളരെ ക്ലോസ് ആയിട്ട് ഗ്രാമത്തിൽ താമസിക്കുന്നതിന് അയലോകത്തു നിന്ന് വന്നേ. അയലോകത്തെ അമ്മയായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ ഭയങ്കര ക്ലോസ് ആയി ഫാമിലി. അപ്പോൾ അവിടെ എല്ലാം ഇവിടെ ഒരു കൂട്ടാൻ വെച്ചാൽ അവിടെ കൊടുക്കും, അവിടുത്തെ കൂട്ടാൻ വെച്ചാൽ ഇവിടെ വെക്കും, ഇവിടെ എന്ത് വാങ്ങിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ എല്ലാം പങ്കുവെച്ച് ഭയങ്കര ക്ലോസ് ആയിട്ട് താമസിക്കുന്ന നെയ്ബേഴ്സാണ്. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ ഫാമിലി വിദേശത്ത് വന്ന ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിവിടെ വന്നു. ഇപ്പം ആ അമ്മയാണ് ആ സ്വാതന്ത്ര്യത്തിൽ വന്ന് ഇവരേതാണ്ട് വാങ്ങിച്ച സാധനമൊക്കെ കാണാൻ വേണ്ടി മുറി കയറുകയും പെട്ടി തുറന്ന് കാണിക്കാനൊക്കെ പറയുകയും ചെയ്യും. അപ്പോൾ അവളെ സംബന്ധിച്ചോളം അയലോകത്തിൽ ഒരാൾ വന്ന് എൻ്റെ പെട്ടി തുറക്കാൻ പറയുന്നു, എൻ്റെ സാരി കാണാൻ പറയുന്നു, കമൻറ്റ് പറയുന്നു. അവർക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതേസമയം ഭർത്താവിനെ സംബന്ധിച്ചോളം ഈ അമ്മയും അവരുടെ അമ്മയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇവർ രണ്ടുപേരും അമ്മയായിട്ട് കരുതുകയും ഈവൻ ബന്ധുക്കൾ അല്ലെങ്കിൽ പോലും ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയാണ്. അപ്പം അതവിടുത്തെ നാച്ചുറൽ സ്വാതന്ത്ര്യമാണ് അമ്മയ്ക്കുള്ള ഇത്രയും വർഷമുള്ളത്. അപ്പോൾ ഇവള് വന്നപ്പോൾ അത് തകർക്കുക എന്ന് പറയുമ്പോൾ ആ ബന്ധത്തെ മൊത്തം ബാധിക്കും. പക്ഷെ ഈ കുട്ടിക്ക് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം അവൾ അങ്ങനെ ഒരാള് ഒരു ഫ്ലാറ്റിൽ വളർന്ന ഒരാൾ ആരെങ്കിലും അതിലൊക്കെ ഒന്ന് വരുവോ കാണുവോ സ്വാതന്ത്ര്യം എടുക്കുകയോ കണ്ടിട്ടുണ്ടോ? അവർക്കത് ഇങ്ങനെയുള്ള ഒത്തിരി ഗ്യാപ്പ് കല്യാണങ്ങൾ ഇപ്പം നമുക്കുണ്ട്. ഈ ക്രോസ് കൾച്ചറലായിട്ട് വളർന്നവർ തമ്മിൽ ജീവിക്കുന്നുണ്ട്. അത് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലമാണ് ഉണ്ടാക്കുന്നത്. അത് ഒത്തിരി ഫാമിലി പ്രോബ്ലം ഇങ്ങനെ ഈ കൾച്ചറൽ ഇഷ്യൂസ് കൊണ്ടുണ്ട്. ശരിക്കും പിന്നെ ഒരു പുരുഷനും സ്ത്രീക്കും ജീവിതകാലം മുഴുവനും സന്തോഷകരമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇഷ്ടം പോലെ കപ്പിൾസ് നല്ലപോലെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. അല്ല, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കത്തില്ലേ? അഡ്ജസ്റ്റ്മെന്റ് അല്ല, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഒന്ന് പ്രത്യേകിച്ച് അത് ഗോൾസിലും ആവർത്തന വിരസത എന്നുള്ള സംഭവം വരുമല്ലോ. ഞാൻ പറയാം, ഐ മീൻ സെക്സിൽ മാത്രമല്ല, നിരന്തരമായിട്ട് ഒരാളോട് മാത്രമാണല്ലോ സംസർഗം. അല്ല, അവർക്ക് അവർ തമ്മിൽ മാത്രമല്ലല്ലോ, നമ്മുടെ ഹസ്ബൻഡും വൈഫും എന്നുള്ള എക്സ്ക്ലൂസീവ് റിലേഷൻഷിപ്പ് നിലനിർത്തുമ്പോൾ തന്നെ ഈ രണ്ട് വീട്ടുകാർക്ക് മറ്റെല്ലാവരുമായിട്ടും ബന്ധങ്ങളുണ്ടല്ലോ. ആ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്ക്ലൂസീവ്നെസ് നിലനിർത്താൻ പറ്റും. പക്ഷെ അതിലൊരു നിരന്തരമായ, കാരണം ഓരോ വിവാഹ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും പുതിയ പുതിയ വെല്ലുവിളികൾ ഉണ്ടാകുകയാണ്, പുതിയ പുതിയ അഡ്ജസ്റ്റ്മെൻറ്റും ഉണ്ടാകുകയാണ്. പലപ്പോഴും ഈ പുതിയ വെല്ലുവിളികളും പുതിയ അഡ്ജസ്റ്റ്മെൻറ്റുകളിലും റീഅറേഞ്ച്മെൻറ്റ്സ് ഒത്തിരി ആവശ്യമുണ്ട്. ഈ ഘട്ടങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നൊരു തുറന്ന ചർച്ച പലർക്കും ഇല്ലാത്തതുകൊണ്ടാണ് ചില സ്റ്റേജ് വരുമ്പോഴത്തേ ബന്ധം പെട്ടെന്ന് വീക്ക് ഇപ്പം ഉദാഹരണം കുട്ടികളായി കഴിഞ്ഞാൽ ചിലരാണെങ്കിൽ ചില അമ്മമാർ കുട്ടികളിലേക്ക് അങ്ങ് തിരിയും. അപ്പോൾ ഹസ്ബൻഡിന് കൊടുത്താലേ വൈഫിന് കൊടുത്ത പ്രാധാന്യം പിന്നില്ല. അങ്ങനെ ജീവിച്ചിട്ട് പെട്ടെന്ന് പിള്ളേരും കൂടെ വിട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇവർ തമ്മിലേ ഉള്ളൂ. പക്ഷെ ഇവർ തമ്മിൽ അത്രയും ക്ലോസ് അല്ലായിരുന്നു. അതേസമയം എപ്പോഴും ഭാര്യ-ഭർത്തൃ ബന്ധത്തിന് ഒരേ ക്ലോസ്നെസ് പുലർത്തുന്ന ഫാമിലീസ് ഉണ്ട്. അവർ ആ ക്വാളിറ്റി എപ്പോഴും കളയാതെ ഓരോ സ്റ്റേജിലും റീഅറേഞ്ച്മെന്റ്സ് ചെയ്തുകൊണ്ടിരിക്കും. ചെറിയ സമയത്തേക്ക് ചില മാറ്റങ്ങൾ വരും, പക്ഷേ എത്രയും പെട്ടെന്ന് ആ റീഅറേഞ്ച്മെന്റ് വരണം. ഉദാഹരണമായിട്ട് കൊച്ചു കുഞ്ഞ് ജനിച്ചു, കുഞ്ഞ് ചിലപ്പോൾ 1 വർഷം 2 വർഷം കുഞ്ഞിന് ഇച്ചിരി അറ്റൻഷൻ കൂടുതൽ കൊടുക്കുമ്പോൾ ചിലപ്പം പങ്കാളിക്ക് അത്രയും കുഞ്ഞില്ലാത്ത സമയത്ത് കൊടുക്കുന്നതിൻ്റെ അത്രയും കൊടുക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ആ ഷോർട്ട് പീരീഡ് കഴിയുമ്പോഴത്തേക്ക് അത് റീഅറേഞ്ച് ചെയ്തില്ലെങ്കിൽ ആ അകൽച്ച പിന്നെ ഒരു നിരന്തര അകൽച്ചയായിട്ടങ്ങ് മാറും. അപ്പോൾ അതുണ്ടാകാതിരിക്കത്തക്കവണ്ണം എപ്പോഴും ഫാമിലി ചിലപ്പം പേരൻസ് സിക്കായി, ചിലപ്പോൾ അവരെ നോക്കാൻ വേണ്ടി ചിലപ്പോൾ ജോലി കിട്ടി, ചിലരുടെ ജോലി, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം കൊണ്ട് ഈ താളത്തിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. പക്ഷെ അത് എപ്പോഴും ആ മാറ്റങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച കപ്പിൾസ് ഉണ്ടാകുകയും ആ കാലത്തിന് ശേഷം അത് വീണ്ടും പെട്ടെന്ന് അത് റീഅഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ താളം വീണ്ടെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ കഴിയാത്തവരാണ് ആ തെന്നിമാറ്റം പിന്നെ ഒരു നിരന്തര തെന്നിമാറ്റമായിട്ടങ്ങ് മാറുന്നതും ബന്ധങ്ങളെ. അപ്പം ബന്ധം നിലനിർത്തണമെങ്കിൽ ക്വാളിറ്റി, ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ 10, 40, 50 വർഷമായിട്ട് നല്ല സുഹൃത്തുക്കൾ ആയിട്ട് ജീവിക്കുന്നവരല്ലേ, അവരെന്നും ആ ബന്ധം നിലനിർത്താൻ ഇൻപുട്ട് ചെയ്യണം. അത് ചുമ്മാ അങ്ങനെ നിലനിർത്താൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു നഷ്ടക്കച്ചവടമല്ല. കാരണം ആ ബിലോങ്ങിങ് ക്ലോസ്നെസ് നമുക്ക് ജീവിക്കണമെങ്കിൽ അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ചെയ്യാതെ തന്നെ അതങ്ങ് ഭാര്യ ആയതുകൊണ്ട് ഭർത്താവായതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. പ്രത്യേകിച്ച് ഒത്തിരി മാറ്റങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതം മാറിക്കൊണ്ടിരിക്കുക. ഒരു മധ്യവയസ്സ് വന്നു, പിള്ളേർ പെട്ടെന്ന് എംപ്റ്റി നെസ്റ്റ് ആയി, അല്ലെങ്കിൽ ഇവര് മെനോപോസ് വന്നു, അല്ലെങ്കിൽ സെക്ഷൽ ഫീലിങ്ങിന് വ്യത്യാസം വന്നു. ഇങ്ങനെയുള്ള ഒത്തിരി വ്യത്യാസങ്ങൾ ഓരോ സ്റ്റേജസിലും വരുന്നുണ്ട്. അവിടെ വരുമ്പോഴും അപ്പോഴത്തേക്ക് വേറൊരു തലത്തിലേക്ക് അവർ ഇൻറ്റിമസി ഡെവലപ്പ് ചെയ്യും. ഇങ്ങനെ വന്നിട്ട് ആ അടുപ്പം ഒട്ടും നഷ്ടപ്പെടാതെ 90 വയസ്സിലും 95 വയസ്സിലും ഭയങ്കര എന്ന് പറഞ്ഞാൽ 20കളിലേക്കാൾ ക്ലോസിൽ 80കളിൽ ജീവിക്കുന്ന ധാരാളം കപ്പിൾസ് ഈ രാജ്യത്തുണ്ട്. ഭയങ്കര അടുപ്പം. അവർക്ക് ഒരാൾ മരിച്ചാൽ മിക്കവാറും മറ്റേ ആളും അടുത്ത ദിവസങ്ങളിൽ തന്നെ മരിക്കും. അത്രയ്ക്ക് ഒരാളില്ല ജീവിക്കാൻ വയ്യാത്തത്ര ക്ലോസ്നെസ് എൻജോയ് ചെയ്യുന്ന ഒത്തിരി കപ്പിൾസ് സീനിയർ സിറ്റിസൺസിനിടയിലുണ്ട്. കാരണം അവർ തമ്മിൽ മ്യൂച്വലി അത്രയ്ക്ക് ക്ലോസാണ്. എല്ലാ കാര്യങ്ങളും ഒരു ഷെയറിങ്ങും ക്ലോസ്നെസ്സുമാണ്. അത് പക്ഷേ എഫേർട്ട് എടുത്ത് ഡെവലപ്പ്
ചെയ്യുന്നതാണ്. അത് നടത്തിയില്ലെങ്കിൽ ആ ക്ലോസ്നെസ് ഇടയ്ക്ക് വീണ്ടു പോകാനുള്ള സാധ്യത പല സമയത്തും ഉണ്ട്. കാരണം ഒന്ന് ഫാമിലി ലൈഫ് തന്നെ ട്രാൻസിഷനിൽ കൂടെ കടന്നു പോവാം. പിന്നെ എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് തന്നെ ഒത്തിരി ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എക്സ്റ്റേണൽ ചലഞ്ചസും ഉണ്ട്, ഇന്റേണൽ ചലഞ്ചസ്. ഇപ്പം സോഷ്യൽ മീഡിയ വന്നു, ഫോൺ വന്നു, അപ്പം മറ്റ് അറ്റൻഷൻ മാറ്റുന്ന ധാരാളം കാര്യങ്ങൾ വന്നു, രണ്ടുപേരും വർക്കിംഗ് വന്നു. അപ്പോൾ മിക്കവാറും കുടുംബജീവിതത്തിൽ ഇപ്പം നമ്മൾ ഫാമിലി ടൈമിനേക്കാൾ കൂടുതൽ സമയം ചെലവഴിക്കുന്ന അന്യരോടാണ്. കാരണം വി സ്പെൻഡ് മോർ ടൈം വിത്ത് അതേഴ്സ്. അപ്പോൾ അവിടെ പലരും സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഷർട്ട് ഇട്ടാൽ നല്ലതാണെന്ന് എനിക്ക് 10-15 സ്റ്റാഫുണ്ട്. അപ്പോൾ അവരെല്ലാം എന്ത് ചെയ്യും, എന്നെ കാണുമ്പോൾ ക്ഷീണിച്ച് ക്ഷീണം അല്ലെങ്കിൽ സന്തോഷം അല്ലെങ്കിൽ ഡ്രസ്സ് ചേരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അപ്പം പലരുമായിട്ടും എന്ത് ചെയ്യും, നമ്മുടെ സൈക്കോളജിക്കൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സമയം ചിലപ്പം ഫാമിലിയെക്കാളും സമയം ചിലവഴിക്കുന്ന മറ്റുള്ളവരോടായിരിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഫാമിലി ഇൻറ്റിമസി നിലനിർത്താൻ എഫേർട്ട് എടുത്തില്ലെങ്കിൽ എന്തോ പറ്റും. നമ്മൾ ചിലപ്പോൾ അവിഹിത ബന്ധമൊന്നും ഇല്ലെങ്കിൽ പോലും ചിലപ്പം ബെസ്റ്റ് ഫ്രണ്ട്, പലരെയും ബെസ്റ്റ് ഫ്രണ്ട് പങ്കാളിയല്ല. പങ്കാളിയെ ബെസ്റ്റ് ഫ്രണ്ടായി നിലനിർത്തണമെങ്കിൽ അതൊരു നിരന്തര എഫേർട്ട് വേണം. ഇല്ലെങ്കിൽ പഴയ പോലെയല്ല. പഴയെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും മിക്ക സമയം ഒന്നിച്ചായിരുന്നു. ഇതുപോലെ ഡിസ്റ്റൻ്റ് അല്ല. അഥവാ ജോലിക്ക് പോകുന്നവർ തന്നെ പകലുള്ള ഒരു ജോലിക്കാണ് പോകുന്നത്. 7-8 മണിക്കൂർ കഴിഞ്ഞ് രാവിലെയും വൈകുന്നേരം ഒന്നിച്ച് താമസിക്കുക. ഇന്നിപ്പം വർഷങ്ങളും മാസങ്ങളോളം മാറി താമസിക്കുകയും ഡിഫറെൻറ്റ് ടൈമിൽ വർക്ക് ചെയ്യുകയും ഹാർഡ്ലി കുറച്ച് സമയം മാത്രം മീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കൾച്ചറിൽ വളരെ എഫേർട്ട് എടുത്തില്ലെങ്കിൽ ഈ ബാലൻസ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാത്രമല്ല ഇപ്പോഴത്തെ ആളുകളുടെ കൾച്ചറൽ തിങ്കിങ്ങിനൊക്കെ ഒത്തിരി വ്യത്യാസം വന്നുകൊണ്ട് മറ്റ് ആളുകൾ ഈ നീഡ്സ് മീറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയുള്ളപ്പോഴീ വിവാഹത്തിന് വെളിയിലെ സൈക്കോളജിക്കൽ നീഡും ഫിസിക്കൽ നീഡ്സും ഒക്കെ മീറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ കൾച്ചറിലേക്ക് കാര്യങ്ങൾ വരിക. ഇതൊക്കെ ഫാമിലി ലൈഫിൻ്റെ ക്ലോസ്നെസ്സിനെ വല്ലാതെ ബാധിക്കും. പക്ഷെ അത്തരം ബന്ധങ്ങളൊന്നും സ്ഥായിയായിട്ട് നിൽക്കത്തില്ല, നിരന്തരം വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കും. അതെല്ലാം കുടുംബജീവിതത്തെ വല്ലാതെ ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത്തരം മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും മറ്റു ബന്ധങ്ങളോ സൗഹൃദങ്ങളോ വേണ്ടെന്നല്ല, സൗഹൃദങ്ങളുടെ സ്ഥാനത്ത് സൗഹൃദങ്ങൾ വേണം, അതും ബാലൻസ് ചെയ്ത് പോകണം. പക്ഷേ വിവാഹ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി കളയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ എന്തോ പറ്റും, നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ അതിന് നിരന്തരം രണ്ടുപേരും ശ്രമിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ദാമ്പത്യ ബന്ധത്തിലെ ലൈംഗികത അല്ലെ സെക്സ്, അതിൻ്റെ പ്രാധാന്യം വലുതാണ്. പലപ്പോഴും ഞാൻ ഗോവയിലായിരുന്ന സമയത്ത് UP-ലുള്ള കുറേ ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്കൊരു 35 വയസ്സാണ്. ഇതെൻ്റെ വൈഫ് കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ കാണിച്ചു. അതിനുശേഷം അടുത്ത ഫോട്ടോ കാണിച്ചു, അതിൻ്റെ കാമുകയാണെന്ന് പറഞ്ഞു. അപ്പം പലപ്പോഴും ആണുങ്ങൾ ഇപ്പം കേരളത്തിലുള്ള ആളുകളാണെങ്കിൽ പോലും പലപ്പോഴും സംസാരിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്, എനിക്ക് വൈഫിൻ്റെ അടുത്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഐ മീൻ സെക്ഷൽ കാര്യം, കാമുകയല്ല അത് അയക്കാൻ എന്ത് വേണമെങ്കിലും ഓക്കെയാണ്, നോ പ്രോബ്ലം. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്പൺനെസ് അവിടെ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്നു കൾച്ചറലായിട്ട് പഴയ കാലത്ത് ഒരു സെക്ഷൽ മൊണോട്ടമി ഒക്കെ ഉണ്ടായിരുന്നു. സെക്ഷുവാലിറ്റി മൊണോട്ടമി നടത്തണമെന്നൊന്നും യാതൊരു നിബന്ധനകളും ഒരു മതങ്ങളും പറയുന്നില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ അവർക്ക് ഫ്രീഡമായിട്ട് എന്ത് പരീക്ഷണങ്ങളും എന്ത് മാറ്റങ്ങളും ചെയ്യാനുള്ള എല്ലാ ഫ്രീഡവും ഉണ്ട്. പക്ഷേ ആ ഫ്രീഡം അവർ വളർന്നു വന്ന പശ്ചാത്തലത്തിൽ ചിലർ വില്ലിങ് അല്ല ആ ചേഞ്ചസ്. അപ്പോൾ അവിടെ ഒരു നവ ഫീലിംഗ് എപ്പോഴും നിലനിർത്തത്തക്കവണ്ണം അവിടെ പുതിയ പുതിയ പരീക്ഷണങ്ങളും പുതിയ പുതിയ മാറ്റങ്ങളും ഉണ്ടാക്കാൻ അവർ തയ്യാറാവണം. അങ്ങനെയുള്ള കപ്പിൾസ് ഉണ്ട്, അങ്ങനെയുള്ളവർ ഏത് ഏജിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇല്ലാത്ത ചില ഇൻഹിബിഷനുള്ള ആളുകളാണ് പലപ്പോഴും സെക്ഷൽ ലൈഫ് മടുപ്പ് ആകുന്നത്. പ്രത്യേകിച്ച് ചിലർക്ക് പിള്ളേരൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്തോ സെക്സ്, കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, സെക്സ് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, വിവാഹ ജീവിതത്തിലെ സത്യത്തിൽ ഒട്ടിപ്പിക്കുന്ന ഒരു പ്രധാന പശയാണ് സെക്ഷുവാലിറ്റി. അപ്പോൾ അതിൻ്റെതായ ഇൻറ്റിമസിയുടെ ഒരു കാറ്റലിസ്റ്റാണ്. ആ ഇൻറ്റിമസി നിർത്താൻ സെക്ഷുവാലിറ്റിക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കണം. നമുക്ക് ഇപ്പം എൻ്റെ ഒരു ഫെയ്ത്തൊക്കെ അനുസരിച്ച് സെക്ഷുവാലിറ്റി നമുക്ക് ആ നീഡ് മാത്രമേ, ഇപ്പം ചോറ് എനിക്ക് ഭാര്യ വെച്ച് തന്നില്ലെങ്കിൽ എനിക്ക് ഹോട്ടലിൽ നിന്ന് തെറ്റ് ചെയ്യാതെ കഴിക്കാം, മറ്റേത് നീഡും എനിക്ക് മീറ്റ് ചെയ്യാം. പക്ഷേ എൻ്റെ മനസാക്ഷി കുത്തില്ലാതെ, ഗിൽറ്റ് എനിക്കില്ലാതെ എനിക്ക് ആ നീഡ് വേറെടുത്തൊന്നും മീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ എന്തോ പറ്റും, നമ്മൾ അപ്പം ഭക്ഷണം കൊടുക്കാത്തതോ അല്ലെങ്കിൽ ഞാൻ അരി വാങ്ങിച്ചു കൊടുക്കാത്തതോ അതിനേക്കാളും വലിയ തെറ്റാണ് സെക്സ് നിഷേധിക്കുന്നത്. അത് ഇനഫ് റീസൺ ഇല്ലെങ്കിൽ, സെക്സ് ഫിസിക്കൽ റീസണോ. പക്ഷെ പലപ്പോഴും
ആളുകൾ ഈ ഇതിൻ്റെ പ്രാധാന്യം അവഗണിക്കുന്നു. മറ്റൊന്ന് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു. പക്ഷേ ഇൻറ്റിമസിയിൽ, ക്ലോസ്നെസ്സിൽ സെക്ഷുവാലിറ്റിക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഈവൻ ഏജ്ഡ് ആയിട്ടുള്ള കപ്പിൾസ് പോലും അവരുടേതായ കഴിവനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പം നിലനിർത്തുന്നുണ്ട്. ഫിസിക്കൽ ഇൻറ്റിമസി അത് നിലനിർത്തുന്ന അവർ തമ്മിലുള്ള ക്ലോസ്നെസ്സിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട്. അതിനകത്തുള്ള ഇൻഹിബിഷൻസ് മാറണം. അത് ആളുകൾ സത്യത്തിൽ സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. ആവശ്യമില്ലാത്ത ഗിൽട്ട് മാറണം. അത് ആവശ്യം. പിന്നെ പലരും വ്യക്തിവൈരാഗ്യം തീർക്കുന്നത് ഏറ്റവും നല്ല ഈ കാര്യം നിഷേധിച്ചുകൊണ്ട്. ഇത് സ്ത്രീയും പുരുഷനും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. പുരുഷൻ സ്നേഹം കാണിക്കാൻ ചെല്ലുന്നത് സെക്സിൽ കൂടെ. സ്ത്രീകൾക്ക് മനസ്സിൽ അടുപ്പമുള്ള ഒരാളിനോടെ സെക്സ് തോന്നും. പുരുഷന് ശരീരത്തിൽ അടുപ്പമുള്ള ഒരാളിനോടെ സ്നേഹം തോന്നത്തുള്ളൂ. ഇതാണ് കോൺട്രവേഴ്സി. അതുകൊണ്ട് പുരുഷൻ പലപ്പോഴും സ്നേഹം കാണിക്കാൻ ചെല്ലുമ്പോൾ ഇവർക്ക് സൈക്കോളജിക്കലി അടുപ്പമില്ലെങ്കിൽ എന്തോ പറ്റും, ഇവരെ ഇവരെ തിരിച്ച് ശിക്ഷിക്കുന്നതിന് എന്ത് ചെയ്യും, സെക്സ് നിഷേധിക്കും. ഇത് പലപ്പോഴും കുടുംബജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണം ആക്കും. ഒന്ന് ഈ സ്ത്രീ പുരുഷ വ്യത്യാസം അറിയാത്തത് കൊണ്ടാണ്. പുരുഷൻ സെക്സ് നിഷേധിച്ച സെക്സ് അല്ല, എന്നെ അവർക്ക് വേണ്ടാന്ന് എടുക്കുന്നത്. സ്ത്രീയെ സംബന്ധിച്ചോളം നോൺ സെക്ഷൽ സമയത്ത് യാതൊരു അടുപ്പവും കാണിക്കാതെ സെക്സ് വന്നാൽ സ്വന്തം കാര്യത്തിന് വന്നാന്ന് എടുക്കും. ഇതാണ് ഒരു പ്രധാന പ്രശ്നം. അതുകൊണ്ട് സ്നേഹം നോൺ സെക്ഷൽ സമയത്ത് സ്ത്രീയോട് കാണിക്കണം. സംസാരമായാലും ടച്ചായാലും ഒക്കെ കൊടുത്ത് ആ ക്ലോസ് അവർക്ക് നമ്മളെ ആഗ്രഹിക്കത്തക്കൊണ്ട് നോൺ സെക്ഷൽ സമയത്തുള്ള പെരുമാറ്റമാണ് എന്ത് ചെയ്യുന്ന സെക്ഷുവാലിറ്റിയിലേക്ക് നയിക്കുന്നത്. പുരുഷൻ സെക്സ് കൊണ്ട് ആദ്യം ചെന്നാൽ പലപ്പോഴും അത് പ്രശ്നമാണ്. ഈ സ്ത്രീ പുരുഷ വ്യത്യാസം കപ്പിൾസ് മനസ്സിലാക്കുകയാണെങ്കിൽ അവർ തമ്മിൽ ഹാർമണി നിലനിർത്താൻ പറ്റും. അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഈ സെക്ഷൽ വിദ്യാഭ്യാസം അല്ല, അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങൾ പലപ്പോഴും ഈ പറഞ്ഞ പോൺ വീഡിയോസ് ഈ ചെറുപ്പക്കാരെ അല്ല, ദമ്പതികളെ പോലും അല്ലേ തെറ്റായ രീതിയിലോ അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ മനോഹാരം നഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെ വൈകൃതങ്ങളിലേക്കോ ഒക്കെ നയിക്കാം അല്ല. അങ്ങനെയൊക്കെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണാറുണ്ട്, കേൾക്കാറുണ്ട്, അല്ലെ ചർച്ചകൾ ഞാൻ കാണാറുണ്ട്. ശരിക്കും സെക്ഷൽ എഡ്യൂക്കേഷൻ്റെ ആവശ്യം സെക്ഷൽ എഡ്യൂക്കേഷൻ അല്ല പോൺ വീഡിയോ ആയിക്കൂടെ തരുന്നത്. പോൺ വീഡിയോ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു മദ്യലഹരിയുടെ അഡിക്ഷനേക്കാൾ വലിയ നമ്മുടെ സമൂഹത്തിൽ ഇവിടെ ഒരു കോളേജിൽ പോയപ്പോൾ 2500 പിള്ളേരുടെ കോളേജിൻ്റെ ഫീഡ്ബാക്ക് 1500 പിള്ളേരെങ്കിലും പോൺ അഡിക്സാണ്. അത്രയ്ക്ക് ജനകീയമാണ്. ഇത് അഡിക്ഷൻ്റെ സെയിം ബ്രെയിൻ ചേഞ്ചാണ് പോണോ അഡിക്ഷൻ ഉണ്ടാക്കുന്നത്. അത് തലച്ചോറിൽ അതേ ഡോപ്പാമിൻ ലെവലാണ് കൂടുന്നത്. അപ്പോൾ അതിൽ കുറഞ്ഞ ഒന്നും വന്നു കഴിഞ്ഞാൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഇങ്ങനെ വെറൈറ്റി പോയിട്ട് എന്ത് ചെയ്യും, ഇവർക്ക് അവസാനം സെക്ഷുവാലിറ്റി എക്സ്പേർട്ടാകാൻ പോയിട്ട് സെക്ഷുവാലിറ്റി തന്നെ മടുപ്പാണ്. കാരണം 50-100 ശരീരം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ സ്വന്തം പങ്കാളിയോട് ഒരു താല്പര്യവും ഇല്ല. അവസാനം ഇതൊന്നും കണ്ടിട്ട് സന്തോഷമില്ലാതെ അവർ പുതിയ വൈകൃതങ്ങളിലേക്ക് പോവാം. ഇങ്ങനെ അതുകൊണ്ടാണ് സെക്ഷുവാലിറ്റി വൈകൃതങ്ങൾ ഈ പോണോഗ്രാഫിയിൽ കൂടി വരുക. ഇത് കൂടുതലും എന്താ ഈ അവസാനം ലൈംഗികത ഇല്ലാത്തപ്പോൾ ആവേശം, കണ്ടു കഴിയുമ്പോൾ മടുപ്പ്. അങ്ങനെ ലൈംഗിക താല്പര്യം ഇല്ലാത്തവരായിട്ട് സ്വന്തം പങ്കാളിയൊക്കെ ഉള്ളപ്പോഴും വൈകൃത കാര്യങ്ങൾക്ക് പോകുന്ന ധാരാളം പേര് ഈ രാജ്യത്തുണ്ട്. ഇത് കൂടുതൽ എക്സ്പെർട്ടാകാൻ പോയാണ് അവസാനം എക്സ്പെർട്ട്നെസ് അല്ല ഉണ്ടാക്കുന്നത്, ലൈംഗികത മരവിപ്പിലേക്കാണ്. ഒന്ന് കണ്ടാലും ഒന്നും തോന്നാത്ത ഗതികേടിലേക്ക് പോകുന്നത്. ഇതൊരു കോമൺ ഇഷ്യൂ ആയിട്ട് നടക്കുന്നത്. അതുകൊണ്ട് സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വൈകൃതങ്ങൾ കാണുന്നതോ ഡീവിയേഷൻ കാണുന്നതോ അല്ല, ആരോഗ്യകരമായ ശാസ്ത്രീയമായ ലൈംഗിക എഡ്യൂക്കേഷൻ കിട്ടണം. അത് വിവാഹ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്നത് പോൺ വീഡിയോയിൽ കൂടെ അല്ല.